നേരം വൈകുന്നേരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വളരെ നിർണായകമായ ഒരു ഈവനിംഗ് ആണ്. നമുക്കറിയാം, ധർമ്മസ്ഥലയാണോ, കേരളത്തിലെ ധർമ്മസ്ഥലയാണോ ഈ സെബാസ്റ്റ്യന്റെ വീട് എന്ന സംശയം ഉയരുന്ന തരത്തിലുള്ള ദുരൂഹത നിറഞ്ഞ വാർത്തകളാണ് അവിടെ നിന്ന് കുറെ ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സെബാസ്റ്റ്യന്റെ വീട്ടിൽ പരിശോധന നടക്കുന്ന മണിക്കൂറുകളാണ്. അതിനുശേഷം നിർണായകമായ ചില വിവരങ്ങൾ പുറത്തുവരുന്ന മണിക്കൂറാണ്. നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ആദ്യം പോകുന്നു ഫോക്കസ് നമ്പർ 1ലേക്ക്. സെബാസ്റ്റ്യന്റെ പറമ്പിൽ എന്തൊക്കെ? സെബാസ്റ്റ്യൻ എന്ന കൊടും കുറ്റവാളിയുടെ ആലപ്പുഴയിലെ പള്ളിപ്പുറത്തെ വീട്ടുപറമ്പിൽ ഇന്ന് റഡാർ പരിശോധന നടക്കുകയായിരുന്നു. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഇന്ന് ആ പറമ്പിൽ നടന്നത്. വളരെ ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്ന ഇടമാണ്. 2.5 ഏക്കറോളം വരുന്ന ആ പറമ്പിൽ ഏതൊക്കെ ഇരകൾ അകപ്പെട്ടിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ള കേസന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനയാണ് നടന്നത്. കേരളത്തിൽ 2ാമത്തെ കേസിൽ മാത്രമാണ് ഇത്തരം ഒരു പരിശോധന നടക്കുന്നത്. 4 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യന്റെ പങ്ക് എന്ത് എന്നതാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ആ നിർണായക അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇന്ന് ഗ്രൗണ്ട് തുറന്നുള്ള പരിശോധന നടന്നത്. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിക്കുമ്പോൾ ഏതാണ്ട് 2-3 മീറ്റർ ആഴത്തിലുള്ള പരിശോധനകളാണ് അവിടെ നടന്നത്. ഇപ്പോൾ ആ പരിശോധനകൾക്ക് ശേഷം സെബാസ്റ്റ്യന്റെ കോട്ടയത്തെ വീട്ടിലും പരിശോധനകൾ നടന്നു. അതിനുശേഷം ഇപ്പോൾ സെബാസ്റ്റ്യന്റെ പെൺ സുഹൃത്തായ റോസമ്മയുടെ വീട്ടിലെ ഗ്രൗണ്ടിലും പരിശോധനകൾ ആരംഭിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുകയാണ്. ശരണ്യ, നിർണായകമായ തെരച്ചിലാണ് ഈ കേസുമായി റോസമ്മയെ ബന്ധിപ്പിക്കുന്നത്. ന്യൂസ് 18ലൂടെ ശരണ്യ പുറത്തുവിട്ട വാർത്തകളാണ്. ഇപ്പോൾ റോസമ്മയുടെ വീട്ടിൽ പരിശോധന നടക്കുന്നു. ആ ഗ്രൗണ്ട് തന്റെ അനുവാദമില്ലാതെ സെബാസ്റ്റ്യൻ വൃത്തിയാക്കി എന്ന് പലകുറി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. വലിയ സംശയം അതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിനുണ്ട്. ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്? പിന്നെ കല്യാണം കഴിഞ്ഞ പ്രേമ ശരണ്യ സ്നേഹജനിലേക്ക് വരാം. ശരണ്യ റോസമ്മയുടെ വീട്ടിലുണ്ട്. റോസമ്മയുടെ വീട്ടിൽ ഇപ്പോൾ നിർണായക പരിശോധനകൾ നടക്കുകയാണ്. നേരത്തെ റോസമ്മ മാധ്യമങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നു. ന്യൂസ് 18ലൂടെ ചില പ്രതികരണങ്ങൾ, വളരെ വലിയ വെളിപ്പെടുത്തലുകൾ റോസമ്മ നടത്തിയതാണ്. റോസമ്മയുടെ ആ പ്രതികരണം കണ്ടതിന് ശേഷം ശരണ്യയിലേക്ക് എത്താം. തനിക്കൊന്നും അറിയില്ല, എന്താണ് നടക്കുന്നത് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു റോസമ്മ ചെയ്തത്. ഇപ്പോൾ ആ പറമ്പിൽ പരിശോധന നടക്കുകയാണ്. കാട് മൂടിക്കിടക്കുന്ന പറമ്പാണ്. അതും ശരണ്യ സ്നേഹജൻ അവിടെ നിന്ന് ചേരുന്നു. ശരണ്യ, ആ പറമ്പുമായി ബന്ധപ്പെട്ട് തന്നെ ചില വെളിപ്പെടുത്തലുകൾ റോസമ്മ നടത്തിയതാണ്. തന്റെ അനുവാദമില്ലാതെ അവിടെ സെബാസ്റ്റ്യൻ വൃത്തിയാക്കി എന്ന കാര്യം സൂചിപ്പിച്ചതാണ്. അത് ചില ദുരൂഹതകൾ ഉണർത്തുന്ന വെളിപ്പെടുത്തൽ തന്നെയായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് അവിടെ പരിശോധനകൾ നടക്കുന്നത്? രേണുക, ഏറ്റവും നിർണായകമായ, അതായത് മറ്റ് തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ പുറത്തുവിട്ട ഏറ്റവും നിർണായകമായ വിവരമായിരുന്നു ഐഷ തിരോധാന കേസിൽ റോസമ്മ എന്ന വ്യക്തിക്ക് ചില വിവരങ്ങൾ, നിർണായക വിവരങ്ങൾ അറിയാമെന്നുള്ളത്. റോസമ്മ നമുക്ക് മുന്നിലേക്ക് വെളിപ്പെടുത്തിയ ഓരോ കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അതായത് ഐഷയും ഒപ്പം തന്നെ റോസമ്മയും സെബാസ്റ്റ്യനും അടുത്ത സുഹൃത്തുക്കളായിരുന്നുവെന്ന് നമ്മളോട് അവർ സ്ഥിരീകരിച്ചു. ഒരു ഘട്ടം വരെ അവർ, അതായത് ആ സൌഹൃദം വിവാഹം വരെ എത്തി എന്ന്, വിവാഹത്തിലേക്ക് വരെ എത്തുന്ന രീതിയിലുള്ള സൌഹൃദമായി എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. പിന്നീട് അവർ പറഞ്ഞ നിർണായകമായ വെളിപ്പെടുത്തൽ സെബാസ്റ്റ്യൻ ഐഷയെ അത് അപായപ്പെടുത്തിയതാകാം. കാരണം ഐഷയുടെ വീടിന്റെ രജിസ്ട്രേഷൻ, വാങ്ങിയ സ്ഥലത്തിന്റെ രജിസ്ട്രേഷന്റെ തലേ ദിവസമാണ് ഐഷയെ കാണാതാകുന്നത്. ഐഷയുടെ ഫോണിൽ നിന്നും തനിക്ക് മിസ് കോളുകൾ വന്നുകൊണ്ടേയിരുന്നു. ഐഷ തിരോധാന കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതിനു ശേഷം പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ വരെ തനിക്ക് അത്തരത്തിൽ ആ രീതിയിൽ വന്നുകൊണ്ടേയിരുന്നു എന്ന് അവർ വ്യക്തമാക്കിക്കൊണ്ടേയിരുന്നു. ഇപ്പോൾ റോസമ്മ അന്വേഷണ സംഘത്തിന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്.
ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിന്റെ ഒരു നിർണായകമായ ഒരു തിരച്ചിൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റോസമ്മ നമ്മളോട് വ്യക്തമാക്കിയ JCB ഉപയോഗിച്ച് താൻ ഇല്ലാതിരുന്ന ദിവസം ആയിഷയും സെബാസ്റ്റ്യനും ചേർന്ന് തന്റെ ഈ പുരയിടം കിളച്ചു എന്നുള്ള നിർണായകമായ വെളിപ്പെടുത്തലാണ് അവർ അന്ന് നമ്മളോട് നടത്തിയത്. ആ സ്ഥലമാണ് ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. NCSSന്റെ സംഘമുണ്ട്. റഡാർ ഉപയോഗിച്ച് ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ബിന്ദു തിരോധാന കേസുമായി ബന്ധപ്പെട്ടുള്ള ആലപ്പുഴ ജില്ലയുടെ ക്രൈംബ്രാഞ്ച് സംഘമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. ഈ കോഴിഫോം കാണിച്ചാണെന്ന് അവർ പറഞ്ഞത്. ഇത് വളരെ കുറച്ചു കാലം മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഒപ്പം തന്നെ ഈ 40 സെന്റ് സ്ഥലം ഈ പുരയിടം എന്തുകൊണ്ട് വൃത്തിയാക്കുന്നില്ല എന്ന് നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ അവർ നമ്മളോട് വ്യക്തമാക്കിയത് ഇവിടെ മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്യും, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് താൻ ഇത് ഈ പുരയിടം ആ രീതിയിൽ വൃത്തിയാക്കാതെ സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ആ സമയം റോസമ്മ നിർണായകമായ ചില കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഈ കോഴി ഫാം കേന്ദ്രീകരിച്ച് ഈ കോഴി ഫാം വളരെ കുറച്ചു കാലമേ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അവർ നമ്മളോട് വ്യക്തമാക്കിയത് ഇതിന് ബോർഡുണ്ട്, ഇത് കോഴി ഫാം തന്നെയാണ് എന്നാണ് അവർ വ്യക്തമാക്കിയത്. ഇതിൽ തന്നെ 2 കാര്യങ്ങൾ വിരുദ്ധമായി റോസമ്മ നമ്മളോട് വ്യക്തമാക്കി എന്നുള്ളതാണ്. അതായത് ആദ്യഘട്ടത്തിൽ നമ്മൾ അവരോട് സംസാരിക്കുന്ന ആദ്യഘട്ടത്തിൽ അവർ നമ്മളോട് പറഞ്ഞത് സെബാസ്റ്റ്യനുമായി ഐഷ തിരോധാനത്തിന് ശേഷം ഒരു ബന്ധവുമില്ല എന്ന് അവർ നമ്മളോട് സ്ഥിരീകരിക്കുന്നു. പിന്നീട് നമ്മൾ അവരോട് സംസാരിച്ച വളരെ ദൈർഘ്യമേറിയ സംഭാഷണമായിരുന്നു നമ്മളുമായിട്ടുള്ളത്. നമ്മളോട് അവർ സംസാരിച്ച ഏറ്റവും ഒടുവിലത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ അവർ പറഞ്ഞത് നേരെ തിരുത്തുകയാണ്. അങ്ങനെയല്ല, ഐഷ തിരോധാനത്തിന് ശേഷവും സെബാസ്റ്റ്യനുമായി താൻ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. അതിൽ തന്നെ സെബാസ്റ്റ്യനുമായി വിവാഹത്തിലേക്ക് വരെ എത്തി എന്നുള്ള വെളിപ്പെടുത്തൽ അവരുടെ ഭാഗത്ത് നിന്ന് നമ്മളോട് ഉണ്ടായി എന്നുള്ളതാണ്. വിവാഹത്തിലേക്ക് എത്തുന്നത് 2017 കാലയളവിലേക്ക് വിവാഹം കഴിക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് പോയി. അത്രയും നല്ല അടുത്ത ബന്ധത്തിലായിരുന്നു അവർ എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. എങ്ങനെയാണ് സെബാസ്റ്റ്യൻ ഇവിടെ വന്നത് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ഈ ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഭൂമി വാങ്ങാം എന്ന് പറഞ്ഞാണ് സെബാസ്റ്റ്യൻ ഈ വീട്ടിലേക്ക് എത്തിയത് എന്ന് അവർ വ്യക്തമാക്കുന്നു. ഐഷ നേരെ കടന്നു പോകുന്ന വഴി ഞാൻ ഈ നിൽക്കുന്ന സ്പോട്ടിലൂടെയാണ് ഐഷ കടന്നു പോകുന്നത്. ഐഷയുടെ വീട് തൊട്ടടുത്താണ്. അതായത് ഐഷ ബന്ധുവിന് തന്നെ സ്ഥലം വാങ്ങുകയായിരുന്നു. ആ സ്ഥലം രജിസ്ട്രേഷൻ നടക്കുന്നതിന് മുമ്പ് തന്നെ ഐഷയ്ക്ക് അവിടെ താമസിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നു. ഈ സ്ഥലത്തിന്റെ 4.5 സെന്റ് ഭൂമിയുടെ രജിസ്ട്രേഷന്റെ തലേ ദിവസമാണ് ഐഷയെ കാണാതാകുന്നത് എന്നുള്ളതാണ് റോസമ്മ നമ്മളോട് പറഞ്ഞ നിർണായകമായ വിവരം. അതിന് പിന്നാലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഇവിടെ വീട്ടിലെത്തി വിശദാംശങ്ങൾ തേടിയിരുന്നു. അതിനുശേഷം ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഐഷ തിരോധാന കേസുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ഏറ്റവും അധികം വിവരങ്ങൾ അറിയാവുന്ന ആളാണ് റോസമ്മ എന്നുള്ളത് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. മാത്രമല്ല ഈ അന്വേഷണത്തിൽ, അതായത് ഇപ്പോൾ നമുക്ക് ഏറ്റുമാറിലുണ്ടായ തിരോധാന കേസാണെങ്കിലും ചേർത്തലയിലെ തിരോധാന കേസുകളാണെങ്കിലും റോസമ്മ സെബാസ്റ്റ്യൻ എന്താണ് എന്നുള്ള ഒരു ചിത്രം കൃത്യമായ അന്വേഷണ സംഘത്തിന് നൽകാൻ കഴിയുന്ന ആളാണ് റോസമ്മ എന്നുള്ളതാണ് വ്യക്തമായിരുന്നത്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടും അവർ പറഞ്ഞ മൊഴികൾ നമ്മളോടാണ് അവർ ആദ്യമായി ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നടന്നത്. അതിനുശേഷം ഒരുപാട് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ എത്തി. പറഞ്ഞ കാര്യങ്ങളല്ല, നമ്മളോട് പറഞ്ഞ കാര്യങ്ങളല്ല അവരോട് പറഞ്ഞത്, അന്വേഷണ സംഘത്തോടും അതല്ല പറയുന്നത്. അങ്ങനെ പല രീതിയിൽ ഇവർ കാര്യങ്ങൾ മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഈ വീട്ടിലും ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ്. ആ ബന്ധം, അതായത് 2012 കാലയളവിൽ ഐഷ തിരോധാന സമയത്ത് ആരംഭിച്ച ആ ബന്ധം വർഷങ്ങളോളം തുടർന്നു പോയിരുന്നുവെന്ന് അവരുടെ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ്. നമ്മളിപ്പോ ഈ പിൻഭാഗത്തായി കാണുന്ന ഈ കോഴി ഫാമിലാണ് NCSSന്റെ സംഘം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവര് ഇപ്പോൾ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുന്നത്. ഒരുപക്ഷെ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എന്നറിയില്ല. പക്ഷേ ഈ പുരയെ സംബന്ധിച്ച നിരവധി ദുരൂഹതകൾ. സെബാസ്റ്റ്യനുമായി സൗഹൃദമുണ്ടായിരുന്ന ഒരു സ്ത്രീ എന്ന നിലയിലാണ് റോസമ്മ ഈ കേസിൽ സുപ്രധാനമാകുന്നത്. മാത്രവുമല്ല ഐഷയുമായി ബന്ധപ്പെട്ടുള്ള ചില രഹസ്യങ്ങൾ റോസമ്മയ്ക്ക് അറിയാം എന്നത് വ്യക്തമായിരുന്നു. അതിനപ്പുറം റോസമ്മയുടെ ഇടപെടലുകൾ ഈ കേസുകളിൽ ഉണ്ട് എന്നൊരു സംശയം ഈ അന്വേഷണ സംഘത്തിനുണ്ടോ? ഈ പറമ്പുമായി ബന്ധപ്പെട്ട് റോസമ്മയുടെ പറമ്പ് ഏതെങ്കിലും തരത്തിൽ കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, റോസമ്മയുടെ അറിവോടെയോ അല്ലാതെയോ ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊരു സംശയത്തിലേക്ക്, നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയതിന്റെ ഭാഗമായിട്ട് തന്നെയാണോ ഇപ്പോൾ ഈ പരിശോധന ആ പറമ്പിൽ നടക്കുന്നത്? രേണുക, ഇതിനകത്ത് പ്രധാനപ്പെട്ടത് സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ടുള്ള ചില നിർണായക വിവരങ്ങൾ ഇവർ പങ്കുവെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ തൊട്ടടുത്ത് നിന്നുള്ള ഒരു അധ്യാപികയുമായി നമ്മൾ ഇക്കാര്യങ്ങൾ സംസാരിച്ചിരുന്നു എന്നുള്ളതാണ്. അധ്യാപിക റോസമ്മ പറഞ്ഞ കാര്യങ്ങൾ, അതായത് നമ്മൾ ഇവിടെ ഐഷ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഈ പരിസരത്തേക്ക് നമ്മൾ കടന്നെത്തുമ്പോൾ തൊട്ടടുത്ത് ഐഷയുടെ വീട്ടിലേക്ക് നമ്മൾ കടക്കണമെങ്കിൽ തൊട്ടടുത്ത് എലിസബത്ത് എന്ന് പറഞ്ഞ ഒരു അധ്യാപികയുടെ വീടുണ്ട്. ആ വീടിനകത്തുകൂടി കടന്നു വേണം നമ്മൾക്ക്, അവർ അങ്ങനെ ഒരു സൗകര്യം കൂടി അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വഴിയിൽ കൂടി വേണം കടന്ന് ആ
കോമ്പൗണ്ടിലേക്ക് കടക്കാനായിട്ട്. ഇപ്പോൾ ആ പ്രോപ്പർട്ടി വേറൊരാൾക്ക് വിറ്റു. അത് റോസമ്മ ഇടനില നിന്നാണ് വിറ്റിട്ടുള്ളത് എന്നുള്ളതാണ്. ആ ഒരു പ്രോപ്പർട്ടിയും ഒപ്പം തന്നെ ഐഷയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇവർ ഉറപ്പിച്ചു പറയുന്നു. അതായത് സെബാസ്റ്റ്യൻ അപായപ്പെടുത്തിയതാകാമെന്ന് അവർ നമ്മളോട് ഉറപ്പിച്ചു പറഞ്ഞു എന്നുള്ളതാണ്. മാത്രമല്ല സെബാസ്റ്റ്യൻ സംബന്ധിച്ച് അവർ നിർണായകമായ വിവരങ്ങൾ പങ്കുവച്ചു. ഇവിടെ വരുമ്പോൾ സാമ്പത്തികമായി തന്നെ വളരെ അധികം മുന്നിൽ നിന്ന ഒരാളായിട്ടാണ് അയാൾ ഇവിടേക്ക് എത്തുന്നത്. ഈ പ്രോപ്പർട്ടി വാങ്ങാമെന്ന് പറഞ്ഞ് എത്തുന്നു, പിന്നീട് ഇവിടുത്തെ ആളായി മാറുന്നു എന്നുള്ളതാണ്. ഇതിൽ തന്നെ റോസമ്മ പറഞ്ഞ കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ നമുക്ക് തൊട്ടടുത്തുള്ള റിട്ടയർഡ് അധ്യാപികയോട് സംസാരിച്ചപ്പോൾ നമുക്ക് അവരുടെ ഭാഗത്തും സ്ഥിരീകരണം ഉണ്ടായി. അതായത് റോസമ്മ പറഞ്ഞതുപോലെ തന്നെ JCB ഉപയോഗിച്ച് ഈ പുരയിടം കിളച്ചിരുന്നു എന്നുള്ള സ്ഥിരീകരണം ആ റിട്ടയർഡ് അധ്യാപികയുടെ ഭാഗത്തുനിന്നുണ്ടായി. അസ്വാഭാവികമായാണ് അത്തരത്തിലൊരു JCB ഉപയോഗിച്ച് ഈ പുരയിടം കിളച്ചത്. അന്ന് ആയിഷയും ഒപ്പം തന്നെ സെബാസ്റ്റ്യനും ഒരുമിച്ചുണ്ടായിരുന്നു എന്നുള്ളത് അവർ വ്യക്തമാക്കുന്നു. അന്നേ ദിവസം താൻ ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ന്യൂസ് 18നോട് അവർ വ്യക്തമാക്കിയത്. മാത്രമല്ല അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, അന്ന് താൻ തിരികെ വന്നപ്പോൾ ഇവിടെയുള്ള പല കാര്യങ്ങളും വളരെ അവകാശത്തോടുകൂടി ആയിഷയും സെബാസ്റ്റ്യനും തമ്മിൽ ചേർന്ന് നടത്തി. അത് അവർ തമ്മിൽ അത്ര അടുത്ത ബന്ധമുണ്ടായിട്ടല്ലേ എന്നുള്ള പ്രതികരണം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അങ്ങനെ ഈ കേസിൽ വളരെ നിർണായകമാകുന്ന ചില വെളിപ്പെടുത്തലുകളാണ് റോസമ്മയുടെ ഭാഗത്തു നിന്നും അന്നുണ്ടായത്. ന്യൂസ് 18 ആയിരുന്നു ആ വെളിപ്പെടുത്തൽ വന്നത്. അതിനുശേഷമാണ് അന്വേഷണത്തിന്റെ ഒരു കേന്ദ്രമായി റോസമ്മ കൂടി മാറുന്ന സാഹചര്യം ഉണ്ടായത്. അന്വേഷണ സംഘം ഏതു വഴിക്ക് നീങ്ങണം എന്നത് സംബന്ധിച്ച് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്ന അന്വേഷണ സംഘത്തിന് അതും ഒരു പുതുവഴി തെളിയിക്കുന്നതായിരുന്നു റോസമ്മയുടെ ഈ വെളിപ്പെടുത്തലുകൾ. ചർച്ചയിലേക്ക് ഞാൻ വരുന്നതിന് മുൻപ് റോസമ്മ അന്ന് നടത്തിയ വെളിപ്പെടുത്തലുകൾ ഒരിക്കൽ കൂടി പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക്. പള്ളിപ്പുറത്ത് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട സെബാസ്റ്റ്യനും ഒപ്പം തന്നെ ഇവിടെ നിന്ന് കാണാതായ ആയിഷ എന്ന സ്ത്രീയെ സംബന്ധിച്ച ചില നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 ലഭ്യമായിട്ടുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് ശാസ്താംകവലയിലാണ്. അവിടെയുള്ള റോസമ്മ എന്ന വ്യക്തിയാണ് നമ്മളോട് ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. ആയിഷയെ അറിയുമായിരുന്നു? അറിയാം. സെബാസ്റ്റ്യനെയും അറിയാം. എങ്ങനെയായിരുന്നു നിങ്ങൾ എല്ലാവരും തമ്മിലൊരു പരിചയം? എല്ലാവരെയും കാണുന്നോ മിണ്ടൊന്നല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് അവരുമായിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ആയിഷ എന്നെ പോലെ തന്നെ അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളായിരുന്നു. എനിക്കും ഒരു സഹായിയായിരുന്നു. ആയിഷയ്ക്ക് ഞാനും ഒരു സഹായിയായിട്ട് ഞങ്ങൾ പരസ്പര സഹായത്തിൽ അയൽവക്കംകാരായതുകൊണ്ട് അങ്ങനെ ജീവിച്ചു പോയി എന്നേ ഉള്ളൂ. അല്ലാതെ വ്യക്തിപരമായ അവരുടെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളെ ആയുണ്ടായിരുന്നുള്ളൂ അല്ലേ? കാണാതാകുന്നതിന് ഏകദേശം എത്ര നാൾ മുമ്പ് ഇവിടെ താമസിച്ചു? എത്ര നാൾ ഇവിടെ ഉണ്ടായിരുന്നു? കൂടിയാലൊരു 3 മാസത്തിൽ കൂടുതലൊന്നും ഇല്ല. ഇവിടെ ആയിഷ ഇവിടേക്ക് വരുമ്പോ ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 3 മാസത്തിൽ കൂടുതലില്ല. പിന്നെ അവരിവിടെ ജനിച്ചു വളർന്നവരായിരുന്നു. അവരുടെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അതുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. ഞങ്ങൾ നിങ്ങളെ കൂടിയാൽ ഒരു 3 മാസത്തെ പരിചയമേ ഉള്ളൂ. എങ്ങനെയാണ് സെബാസ്റ്റ്യനുള്ള പരിചയം? എങ്ങനെയാണ്? സെബാസ്റ്റ്യൻ ഇവിടെ സ്ഥലം നോക്കാൻ വന്നു. റിയൽ എസ്റ്റേറ്റായിട്ട് സ്ഥലം നോക്കാൻ വന്നു. അങ്ങനെ ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. പുള്ളി ആൾക്കാരെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പറമ്പ് തെളിച്ചു. പക്ഷെ ആരും വന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് കല്യാണാലോചനയും കൊണ്ട് വന്നത്. ചേച്ചിയെ കല്യാണം ആലോചിക്കാനായി എത്തി. അത് കഴിഞ്ഞിട്ട് കല്യാണം ആലോചിച്ചപ്പോൾ ഈയുടെ പറച്ചിൽ നിന്നൊക്കെ പരസ്പരം വിരുദ്ധം കണ്ടു. അതുകൊണ്ട് ഞാൻ സൂക്ഷ്മപരം അറിയാൻ തിരുനെല്ലപ്പള്ളിയിലെ അച്ഛനെ പോയി കണ്ടു. അച്ഛനിൽ നിന്ന് വിവരങ്ങളൊക്കെ അറിഞ്ഞു. അത് കഴിഞ്ഞ് പുള്ളി കല്യാണാലോചനയും കൊണ്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലറിയിക്കാം, എനിക്ക് 7 ആങ്ങളമാരുണ്ട്, ഞാൻ അവരെ വരുത്താം, വന്നിട്ട് അവരാലോചിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അത് കാരണം പിന്നെ പുള്ളി പോയിട്ട് പിന്നെ ഈ വഴിക്ക് വന്നിട്ടില്ല. പിന്നെ ഞങ്ങളങ്ങനെ ബന്ധമില്ല. അതായത് സഹോദരങ്ങളെ ബന്ധം അറിയിക്കും, 7 ആങ്ങളമാരെ ബന്ധം അറിയിക്കും എന്ന് പറഞ്ഞതിന് ശേഷം അവരെ വിളിക്കാന്ന് പറഞ്ഞപ്പോൾ പിന്നെ സെബാസ്റ്റ്യൻ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ഇത്രയും ആൾക്കാരുണ്ട്, വരും, വന്നാൽ ഈയുടെ വെളച്ചിലൊന്നും നടക്കുകയില്ലെന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കും പിന്നെ ഞാനുമായിട്ട് ബന്ധപ്പെടാൻ വന്നിട്ടില്ല. ഈ ആയിഷയും സെബാസ്റ്റ്യനും ഒരുമിച്ചല്ലേ ആ സ്ഥലം വൃത്തിയാക്കാനൊക്കെ നിന്നിരുന്നത്? അതെ, അത് ഞാനിവിടെ ഇല്ലാഞ്ഞപ്പോഴാണ്. എന്തായിരുന്നു അന്നുണ്ടായത്? അല്ല, ഞാനിവിടെ ഇല്ലാഞ്ഞപ്പോൾ അവർ JCB വിളിച്ച് സ്ഥലം തെളിപ്പിച്ചു. മാവേന്ന് മാങ്ങയൊക്കെ പറിച്ചുകൊണ്ട് പോയി. ആയിഷയും സെബാസ്റ്റ്യനും ഒരുമിച്ചുണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നേ ഉള്ളൂ. അന്ന് ഈ റോസ്മ ചേച്ചിയുടെ സ്ഥലം തന്നെയായിരുന്നു അല്ലേ വൃത്തിയാക്കിച്ചത്? അതെ, എൻ്റെ പറമ്പായിരുന്നു. അതാ വിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഇവിടെ വന്നത്. റിയൽ എസ്റ്റേറ്റാന്ന് പറഞ്ഞുകൊണ്ട് വന്നത്. പിന്നെ അത് വൃത്തിയാക്കിയതും മാങ്ങ പറിച്ചുകൊണ്ട് പോയതൊക്കെ അന്ന് 2 പേരും ഇവിടെ വയ്യോളം ഉണ്ടായിരുന്നെന്നാണ് മറ്റുള്ളവർ പറഞ്ഞറിഞ്ഞത്. ആയിഷയോട് ചോദിച്ചിട്ടുണ്ടല്ലോ മാങ്ങ പറിച്ച കാര്യമൊക്കെ? ആയിഷ ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. പറഞ്ഞു. സെബാസ്റ്റ്യനും ആയിഷയും തമ്മിൽ സൗഹൃദം ഉണ്ട്. ഉള്ളതുകൊണ്ടല്ലേ തൻ്റെ അടുത്തല്ലേ ചെയ്തേ. അവർ തങ്ങളുള്ള ലോഹ്യത്തിൻ്റെ കൂട്ടത്തിൽ അവർ വന്നു കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് വന്ന് കയറി തെളിച്ചു, മാങ്ങായും പറിച്ചു.
അവരുടെ സ്വന്തം പോലെ സെബാസ്റ്റ്യന്റെ മുൻ സുഹൃത്തായ റോസമ്മയുടെ ന്യൂസ് 18ലൂടെ നടത്തിയ വെളിപ്പെടുത്തലാണ് പ്രേക്ഷകർ ഒന്നുകൂടി കണ്ടത്. ഈ വെളിപ്പെടുത്തലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു നിർണായക വിവരമായി മാറിയത്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റോസമ്മയുടെ പുരയിടത്തിൽ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുന്നത്. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ റോസമ്മയുടെ പുരയിടത്തിൽ നടക്കുന്നത്. അവിടെ നിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നു. എന്നിട്ട് എനിക്ക് ബന്ധമുണ്ട്. പറയാൻ കാരണം സെബാസ്റ്റ്യൻ ഇവിടെ വന്ന് പോകുന്നുണ്ടല്ലോ. ഒരു ദിവസം ഒരു ഗ്യാസ് ഊറ്റി വരെ അപ്പച്ചിയുടെ വീട്ടിൽ നിന്ന് സെബാസ്റ്റ്യൻ എടുത്തോണ്ട് പോകുന്ന കണ്ട ആൾക്കാർ നേരിട്ട് വന്നിട്ടുണ്ടോ? ഐഷ പരിചയപ്പെടുന്ന ഐഷക്ക് ഈ 4 മാസ ബന്ധുക്കളിൽ ഇവിടെ അമ്പലപ്പുഴയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടുന്ന് അതൊക്കെ വിറ്റ് ടെൻഷനായപ്പോൾ ഇങ്ങോട്ട് മോഹന്റെക്കെ പോയി. മോഹന്റെക്കെ നേരെ എന്റെ കുടുംബത്താ വന്നത്. കുടുംബത്ത് വന്ന് മേളിൽ താമസിച്ചു. അത് കഴിഞ്ഞാണ് ഈ വസ്തു വാങ്ങിക്കുന്നത് 3 സെന്റ്. ഇതാരാ പറയുന്നത്? റോസമ്മ വ്യക്തമാക്കുന്നത് പണം റോസമ്മയല്ല, എന്റെ ഫാദർ 1,47,000 രൂപ കൊടുത്തിട്ടാണ് ആ വസ്തു എഗ്രിമെന്റ് ചെയ്തത്. നിങ്ങൾ ന്യൂസുകാരത് വളച്ചൊടിക്കാൻ നിൽക്കില്ല. റോസമ്മയായിട്ട് എഗ്രിമെന്റ് വെക്കേണ്ട കാര്യമില്ലായിരുന്നു. റോസമ്മയായിട്ടാണ് എഗ്രിമെന്റ് വെച്ചത്. അവരത് വ്യക്തമാക്കുന്നുണ്ടല്ലോ. റോസമ്മ വഴിയാണ് സേവിയറിന് വിറ്റതെന്ന്. റോസമ്മ ആളെ കൊണ്ടുവന്നിട്ടാണ് വിറ്റത്. അങ്ങനെയാണ് റോസമ്മ നമ്മളോട് പറഞ്ഞ അങ്ങനെയാണ്. ഇവിടെ ഒരു ട്യൂഷൻ സെന്റർ നടത്തിയ ഒരു പയ്യനായിരുന്നു, റോയിയോ അങ്ങനെ എന്തോ. ആ പയ്യനെ റോസമ്മ കൊണ്ടുവന്നിട്ട് ഈ വസ്തു മേടിക്കാന്ന് പറഞ്ഞു. എന്റെ അപ്പച്ചി 25,000 രൂപ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ആ 25,000 രൂപ വരെ ഈ വിറ്റ കാശിൽ നിന്ന് മേടിച്ച്. അപ്പൊ ഈ മൂത്ത മോൻ പറഞ്ഞെന്താണെന്നറിയാവാ, ആ 25,000 രൂപയല്ലേ പോട്ടെ അത് കൊടുത്തു തരാന്ന് പറഞ്ഞു. നമുക്ക് കണക്ക് പറഞ്ഞ് പൈസ വാങ്ങി 25,000 രൂപ ബ്രോക്കർ കാശല്ല, അവരുടെ എന്തോ ട്രസ്റ്റിൽ നിന്ന് മേടിച്ചെന്ന് പറഞ്ഞു. തെളിവില്ല, നമുക്ക് തെളിവില്ലല്ലോ. നടത്താനുള്ള പണം കയ്യിലുണ്ടെന്നുള്ളത് റോസമ്മയ്ക്ക് കൃത്യം അറിയത്തില്ലായിരുന്നു. ഐഷയുടെ ആ പണം ഇരിപ്പുണ്ട്. തൊട്ടടുത്ത ദിവസം രജിസ്ട്രേഷൻ നടക്കുമല്ലേ. ഇന്ന് ആള് മിസ്സിംഗ് ആവുന്ന 3-ന്റെ അന്നാണ് രജിസ്ട്രേഷൻ. ആ പണം അപ്പം ഐഷയുടെ കാണുമെന്ന് അറിയാവുന്ന ഒരു വ്യക്തിയല്ലേ റോസമ്മക്കറിയാം. ഈ റോസമ്മ പറഞ്ഞ വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് 2 ദിവസവും നിങ്ങളെ വന്ന് അറിയിച്ചിട്ട് നിങ്ങൾ അനങ്ങിയില്ലെന്നാണ് അവർ പറയുന്നത്. അവരിപ്പോ അങ്ങനെ പറയൂ. അങ്ങനെ അതാണോ യാഥാർത്ഥ്യം ചേട്ടാ? അവര് കേസിൽ പെട്ടിരിക്കുന്ന കാരണം അവർക്ക് എന്തും പറയാം. അതാണോ യാഥാർത്ഥ്യം? യാഥാർത്ഥ്യമല്ല. ചേർത്തല പോലീസ് സ്റ്റേഷനിലെ കേസിന്റെ FIR-ന്റെ കോപ്പി ഉണ്ട്. അത് കാണാനല്ലോ നിങ്ങൾക്ക്. അത് നമ്മൾ കണ്ടതാണ്. അത് കണ്ടല്ലോ. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ കേസുമായിട്ട് ഞങ്ങളുടെ കുടുംബത്ത് 2 വീട്ടിലും വിജിലൻസിനും ഈ ഇപ്പൊ അന്വേഷിക്കുന്ന ടീമും ഓരോ വർഷത്തിൽ 2 പ്രാവശ്യം വന്ന് കയറി ഇറങ്ങും. അപ്പൊ ഞങ്ങൾ ചോദിക്കും കേസിന് എന്തെങ്കിലും പുരോഗതി ഉണ്ടോ എന്ന് ചോദിക്കും. ഒന്നും കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത്. സെബാസ്റ്റ്യൻ കൊണ്ട് അകപ്പെടുത്തിയതാണ് റോസമ്മയും സെബാസ്റ്റ്യൻ ചേർന്ന് അകപ്പെടുത്തിയത്. പല്ലിന്റെ ഗ്യാപ്പ് അവിടെ ഒരെണ്ണം കിട്ടിയെന്ന് പറഞ്ഞില്ലേ. ഈ 3 പേർക്കും പല്ലിന്റെ ഗ്യാപ്പില്ല. എന്റെ അപ്പച്ചിക്ക് മാത്രമേ പല്ല് വെപ്പോലുള്ളൂ. അതാണ് പറയുന്നത്. അതായത് ഐഷയുടെ ബന്ധുവാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. രേണുക കേൾക്കാം ശരണ്യ. ഇപ്പോൾ പറഞ്ഞത് വെപ്പ് പല്ലിന്റെ ഭാഗം കിട്ടി എന്നൊരു പരാമർശം ആ വ്യക്തി നടത്തിയിരുന്നു. അതിനെക്കുറിച്ച് പറയൂ. രേണുക ഐഷയുടെ ബന്ധുവാണ് നമ്മളോട് സംസാരിച്ചത്. റോസമ്മ പറഞ്ഞ പല കാര്യങ്ങൾക്കും വിരുദ്ധമായാണ് അദ്ദേഹം പറയുന്നത്. റോസമ്മ നമ്മളോട് വ്യക്തമാക്കിയത് ഐഷയെ കാണാതായതിനു ശേഷം 2 തവണ ഐഷയുടെ ബന്ധുക്കളെ വിവരം അറിയിച്ചു. അവിടെ ചെന്ന് പറഞ്ഞ ഘട്ടത്തിൽ ഒന്നും തന്നെ അവർ പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ഒടുവിൽ 3ാമത്തെ ദിവസം ഐഷയുടെ വീട്ടിൽ ചെന്ന മക്കളെ അടക്കം വിവരം അറിയിക്കണം എന്ന് നിർബന്ധം പിടിച്ച ഘട്ടത്തിലാണ് ഈ മക്കൾ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ തേടുകയും ഒപ്പം തന്നെ പരാതി നൽകുകയും ചെയ്തിട്ടുള്ളതെന്നാണ് ന്യൂസ് 18 നൽകിയ ഇന്റർവ്യൂവിൽ അവർ വ്യക്തമാക്കിയത്. എന്നാൽ അവർ പറഞ്ഞ കാര്യങ്ങൾക്ക് വിരുദ്ധമായാണ് ഇപ്പോൾ ഐഷയുടെ ബന്ധു കൂടിയായ, അതായത് ഐഷ അവരുടെ ഈ സംസാരിച്ച വ്യക്തിയുടെ അപ്പച്ചിയാണ്, അതായത് അച്ഛന്റെ സഹോദരിയാണ്. പുള്ളിക്കാരൻ വ്യക്തമാക്കുന്നത് അങ്ങനെയാണ്. അതായത് അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ തന്നെ അവർ റോസമ്മയെ സംശയിച്ചിരുന്നു. റോസമ്മ സെബാസ്റ്റ്യനും റോസമ്മയും ചേർന്ന് ഐഷയെ അപായപ്പെടുത്തിയതാണ് എന്നുള്ള വ്യക്തമായ വിവരമാണ്. മാത്രമല്ല പെൻഷൻ പറ്റി 2 വർഷത്തിനുള്ളിലാണ് ഇവരെ കാണാതാകുന്നത്. അമ്പലപ്പുഴയിലായിരുന്നു, അമ്പലപ്പുഴ പഞ്ചായത്തിലായിരുന്നു ഇവർ ജോലി ചെയ്തിരുന്നത്. അവിടെ നിന്നും റിട്ടയർഡ് ആയതിനു ശേഷം കുറച്ചുനാൾ ആലപ്പുഴയിൽ താമസിച്ചു. അതിനുശേഷമാണ് ഇവിടേക്ക് എത്തി. അതായത് ഐഷ കാണാതാകുന്നതിന് മുമ്പ് ഇവരുടെ വീടിന്റെ മുകൾ ഭാഗത്തായിരുന്നു താമസിച്ചിരുന്നത്. അതിനോട് ചേർന്ന് ഇവരുടെ ബന്ധുക്കളുടെ തന്നെയാണ് 4.5 സെന്റ് ഭൂമി വാങ്ങുന്നതിനായുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയത്. ആ 4.5 സെന്റ് ഭൂമി വാങ്ങുന്നതിന്റെ രജിസ്ട്രേഷന് തൊട്ട് മുമ്പാണ് ഇവരെ കാണാതാകുന്നത് എന്നുള്ളതാണ്. രജിസ്ട്രേഷൻ നടത്തുന്നതിനുള്ള പണമടക്കം ഉണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹം ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് റോസമ്മയെ കൃത്യമായി റോസമ്മയാണ് ഐഷയെ സെബാസ്റ്റ്യന് പരിചയപ്പെടുത്തി കൊടുത്തത് എന്നുള്ള
കാര്യം വ്യക്തമാക്കുന്നു. റോസമ്മ ഇപ്പോഴും പറയുന്ന കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ റോസമ്മ പറയുന്നതിൽ കള്ളമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. അതിന് സമാനമായ രീതിയിലുള്ള ഒരു പ്രതികരണമായിരുന്നു തൊട്ടടുത്തുള്ള റിട്ടയർഡ് അധ്യാപികയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. പല ഘട്ടത്തിലും ഇവിടെ വരുന്നത് താൻ കണ്ടിട്ടുണ്ട് എന്ന അധ്യാപിക നമ്മളോട് തുറന്നു പറഞ്ഞു. മാത്രമല്ല രാത്രിയും പകലും ഇവിടെ വന്നു പോയി ഇറങ്ങുന്ന ആളാണ് സെബാസ്റ്റ്യൻ എന്നുള്ളതും വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ റോസമ്മയുടെ ഇടപെടലുകൾ, റോസമ്മ പറഞ്ഞ കാര്യത്തിലൊക്കെ വൈരുദ്ധ്യമുണ്ട് എന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്, കൂടുതൽ പ്രതികരണങ്ങൾ വരികയാണ്. ഐഷയുടെ ബന്ധുവിന്റെ തുറന്നു പറച്ചിലാണ് നമ്മൾ കേട്ടത്. അത് റോസമ്മയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. വലിയ ദുരൂഹതകൾ ഇപ്പോഴും അവശേഷിപ്പിക്കുകയാണ്. അതേസമയം അവിടെ പരിശോധനകൾ നടക്കുകയാണ്. റോസമ്മയുടെ പുരയിടത്തിലും ഒപ്പം തന്നെ സെബാസ്റ്റ്യന്റെ പുരയിടത്തിലുമാണ് പരിശോധന നടക്കുന്നത്. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരണ്യ, ഈ രാവിലെ മുതൽ തുടങ്ങിയ പരിശോധനയാണ്. സെബാസ്റ്റ്യന്റെ വീട്ടിൽ 3 ഇടങ്ങൾ കണ്ടെത്തി അവിടെ മണ്ണ് കുഴിച്ചുള്ള പരിശോധനകൾ നടന്നു. കോട്ടയത്തെ വീട്ടിൽ പരിശോധനകൾ നടക്കുന്നു. ഇപ്പോൾ സെബാസ്റ്റ്യനും കുടുംബവും കോട്ടയത്തെ വീട്ടിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയും പരിശോധനകൾ നടക്കുന്നു എന്ന വിവരമുണ്ട്. ഇപ്പോൾ റോസമ്മയുടെ വീട്ടിലേക്ക് കടന്നിരിക്കുന്നു. അവിടെ പറമ്പിൽ പരിശോധനകൾ നടക്കുകയാണ്. ഈ പരിശോധനകളിൽ എന്തെങ്കിലും നിർണായക വിവരങ്ങൾ കിട്ടിയതായി അറിയുന്നുണ്ടോ? ഈ രാവിലെ മുതൽ നടന്ന പരിശോധനയുടെ ആകെ തുക എന്താണ്? ഇപ്പോൾ റോസമ്മയുടെ വീട്ടിൽ പരിശോധനകൾ നടക്കുന്നു. നേരത്തെ ഐഷയുടെ ബന്ധു പറഞ്ഞത് ഒരു വെപ്പുവല്ലുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളാണ്, അത് ഐഷയുടേതാണ് എന്ന തരത്തിൽ പറയുന്നു. അപ്പോൾ എന്തൊക്കെ പ്രധാനപ്പെട്ട തെളിവുകളാണ് ഈ തെരച്ചിലിൽ ഇന്ന് ലഭിച്ചിട്ടുള്ളത്? രേണുക, NCSSന്റെ സഹായത്തോടു കൂടിയുള്ള പരിശോധനയാണ് നടക്കുന്നത്. ശാസ്ത്രീയമായ പരിശോധനകളാണ്. കാരണം ഈ പറഞ്ഞ സംശയാസ്പദമായ പുരയിടങ്ങളെല്ലാം തന്നെ ഏക്കറുകളോളം വരുന്നതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് പല പരിമിതികളുണ്ട്, NCSSന് പരിമിതികളുണ്ട്. കാരണം ഇപ്പോൾ നമുക്കറിയാം അവിടെ നിന്നുള്ള എർത്ത് സയൻസിലെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി അവരാണ് റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധന ഇവിടെ നടത്തുന്നത്. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാറുകൾ ഉപയോഗിച്ചുള്ള പരിശോധനയാണ്. പല സ്പോട്ടുകളും ഐഡന്റിഫൈ ചെയ്തെങ്കിലും ഇനി ഒരുപക്ഷെ അത് സാങ്കേതികമായി അവരുടെ അനുമതി ലഭിക്കാൻ തന്നെ നല്ല പ്രൊസീജിയർ ഉണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ അധീനതയിലുള്ളതാണ്. ഇവിടെയുള്ള അന്വേഷണ സംഘം റിക്വസ്റ്റ് നൽകി അതിനുശേഷമാണ് ഇത്തരത്തിൽ ഇവരുടെ അനുമതി തേടിയതിനു ശേഷം NCSSലെ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ കിട്ടിയ ഒരു അവസരത്തിൽ ഈ സ്പോട്ട് കൂടി ഏറ്റവും സംശയിക്കുന്ന സ്പോട്ടുകൾ ആയതുകൊണ്ടായിരിക്കുമല്ലോ ഒരുപക്ഷെ ഇവിടേക്കും ഒരു പരിശോധനയിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു അവസരത്തിൽ ഈ ഒരു സ്പോട്ട് കൂടി പരിശോധിക്കണം എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടിയാണ് അന്വേഷണ സംഘം എത്തുന്നത്. തുടക്കം മുതൽ തന്നെ നമുക്കറിയാം ഈ തിരോധാന കേസുകൾ, പ്രത്യേകിച്ച് ചേർത്തലയുമായി ബന്ധപ്പെട്ടുണ്ടായ തിരോധാന കേസുകളെല്ലാം തുടക്കം മുതൽ അന്വേഷണ സംഘത്തിന് വീഴ്ച വന്നുവെങ്കിലും ഇപ്പോൾ എങ്ങനെയെങ്കിലും അതിലേക്ക് പിടിച്ചു കയറണം എന്നുള്ള ഒരു ജനമ കേസ് വന്നതോടുകൂടി അതിലേക്ക് തുറന്നു കയറണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം അന്വേഷണ സംഘത്തിന് ഓരോ ഘട്ടത്തിലും ഉണ്ട് എന്നുള്ളതാണ്. ആലപ്പുഴ ജില്ലയിലെയും കോട്ടയം ജില്ലയിലെയും ഉദ്യോഗസ്ഥർ ചേർന്നുള്ള ഒരു സ്പെഷ്യൽ ടീം തന്നെയാണ് ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. 3 SP-മാർ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി SP മോഹനചന്ദ്രൻ അടക്കമുള്ള ആളുകൾ, ഒപ്പം തന്നെ ഷൌക്കത്ത് അലി, ക്രൈംബ്രാഞ്ച് SP ഷൌക്കത്ത് അലി, ഒപ്പം കോട്ടയത്ത് ഗിരീഷ് പി സാരഥി അടക്കമുള്ള ഉദ്യോഗസ്ഥർ, സാജൻ സേവർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ, അവര് ഈ 2 കേസുകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 4 തിരോധാന കേസുകൾ സംശയത്തിന് നിലയിലുണ്ടെങ്കിൽ 3 എണ്ണത്തിൽ ഇയാളുടെ ഒരു ഡയറക്റ്റ് ഈ സ്ത്രീകളുമായി അയാൾക്ക് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥിരീകരിക്കാൻ നമ്മൾക്കുൾപ്പെടെ കഴിഞ്ഞിരുന്നു. ആ ഒരു ഇൻവോൾവ്മെന്റിനെ സംബന്ധിച്ച് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു പരിശോധനയാണ്. പക്ഷേ റോസമ്മ പറഞ്ഞ വാക്കുകൾ പൂർണ്ണമായി അന്വേഷണ സംഘം വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് ഇപ്പോൾ പോലീസ് എത്തിയിട്ടുള്ളത്. ഈ ഒരു നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന കോഴി ഫാം, അവിടെ ഇപ്പോൾ പരിശോധന നടക്കുകയാണ്. ആ പരിശോധനയിൽ എന്തെങ്കിലും ഉണ്ടോ? ഇതിനും അപ്പുറത്തേക്കോ ഈ പ്രോപ്പർട്ടി ഉണ്ട്. ഏകദേശം 40-50 സെന്റിന് മുകളിലുള്ള സ്ഥലമാണ് ഇത്. കാട് പിടിച്ച അവസ്ഥയാണ്. തൊട്ടപ്പുറത്തുമൊക്കെയുണ്ട്. ആളുകൾ വഴി നടന്നിരുന്ന ഒരിടമാണ്. പക്ഷേ വഴി നടക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഈ പ്രദേശം വൃത്തിയാക്കാൻ അവർ ഒരു ഘട്ടത്തിലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതിനവർ പറയുന്ന മറുപടികളും വിചിത്രമായിരുന്നു. നമ്മളും ഇതേ ചോദ്യം അവരോട് ഉന്നയിച്ചതാണ്. എന്തുകൊണ്ടാണ് ഈ പുരയിടം ഇങ്ങനെ കിടക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ആരെങ്കിലും വാഹനമടക്കം പാർക്ക് ചെയ്യും, അത് തനിക്ക് ബുദ്ധിമുട്ടാകും, അതുകൊണ്ട് താൻ അതിനെ അനുവദിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ രീതിയിൽ ഈ പ്രോപ്പർട്ടി ഇങ്ങനെ തന്നെ സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ള വിചിത്രമായ മറുപടിയാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ ഇടം സംശയാസ്പദമാണ്. അത് അത്തരത്തിൽ തുടക്കം മുതൽ നമുക്ക് തോന്നിയ ആ ഒരു സംശയം അന്വേഷണ സംഘവും ഇപ്പോൾ ദൂരീകരിക്കുകയാണ്. അവർ ഇവിടെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ദുരൂഹതകൾ നിറഞ്ഞതായിരുന്നു സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീടും പറമ്പും. 2.5 ഏക്കർ സ്ഥലമാണ്. അതിൽ മാംസം ഭക്ഷിക്കുന്ന മത്സ്യങ്ങൾ വളർത്തുന്ന കുളമുണ്ടായിരുന്നു. കാട് പിടിച്ചു കിടക്കുന്ന പുരയിടമായിരുന്നു. ഒരു ദുരൂഹത നിറഞ്ഞ അന്തരീക്ഷം തന്നെയായിരുന്നു ആ വീട്ടിലുള്ളത്. ആ വീട്ടിൽ ഇന്ന് 3 ഇടത്താണ് പ്രധാനമായും പരിശോധനകൾ നടന്നത്. അവിടെ നിന്ന് കണ്ടെത്തിയ അസ്ഥികഷ്ണങ്ങൾ, കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ മനുഷ്യ ശരീരത്തിന്റെ ഭാഗങ്ങൾ, അതൊക്കെ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. DNA പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അത് ആരുടേതെന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ദുരൂഹത നിറഞ്ഞ
ഇടങ്ങളാണ് ഈ 2 വീടുകളും എന്ന് നിസ്സംശയം തന്നെ പറയാം. നമ്മളോട് ന്യൂസ് 18നോട് സംസാരിക്കുമ്പോൾ റോസമ്മ പറഞ്ഞത് ഒരു ഇരവാദമായിരുന്നു. താൻ ഒരു ഇരയായിരുന്നു. സെബാസ്റ്റ്യൻ വിവാഹാഭ്യർത്ഥന നടത്തി. പക്ഷെ തനിക്ക് ആങ്ങളമാരും മറ്റ് ബന്ധുക്കളും ഉണ്ട്. അവരോട് ആലോചിക്കാൻ പറഞ്ഞപ്പോൾ അയാൾ മുങ്ങി. അതിനുശേഷം അയാളുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. താൻ ഇല്ലാത്തപ്പോഴാണ് ഐഷയും സെബാസ്റ്റ്യനും വീട് പുരയിടവും JCB ഉപയോഗിച്ച് വൃത്തിയാക്കുകയും മറ്റും ചെയ്തത് എന്ന തരത്തിലൊക്കെയുള്ള ഒരു സംശയം പ്രകടിപ്പിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അയൽപക്കത്തെ മനുഷ്യരുടെ പ്രതികരണങ്ങൾ വരുമ്പോൾ, ഐഷയുടെ തന്നെ ബന്ധുക്കളുടെ പ്രതികരണങ്ങൾ വരുമ്പോൾ, ഒപ്പം തന്നെ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ കാണുമ്പോൾ റോസമ്മ വെറും ഒരു ഇരയല്ല എന്ന കാര്യം കൂടി വ്യക്തമാവുകയാണ്. സംശയ നിഴലിലാവുകയാണ് റോസമ്മ. അവരുടെ പെരുമാറ്റം, അവർ പറഞ്ഞ കാര്യങ്ങളിൽ പലതും വൈരുദ്ധ്യമുണ്ട് എന്നുകൂടി വരുന്നു. അവരുടെ വാക്കുകൾ അന്വേഷണ സംഘം പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല എന്നുകൂടി മനസ്സിലാക്കുന്നു. അതാണ് അവരുടെ പറമ്പിൽ ഇപ്പോൾ നടക്കുന്ന പരിശോധനകൾ കൂടി സൂചിപ്പിക്കുന്നത്. ഈ പരിശോധനകൾ അവിടെ നടക്കുമ്പോൾ നേരത്തെ ന്യൂസ് 18നോട് കുറെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു റോസമ്മ. ഇപ്പോൾ പരിശോധന നടക്കുമ്പോൾ റോസമ്മ വീണ്ടും മാധ്യമങ്ങളോട് സംസാരിച്ചു. ആ പ്രതികരണം കൂടി കണ്ടതിന് ശേഷം തിരിച്ചെത്താം. നേരത്തെ ഫോൺ വിളി എനിക്കൊരു വയ്യാടി നിങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ടെൻഷൻ അതുപോലുള്ള ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ എന്നെ സഹായിക്കുന്ന സ്നേഹബന്ധം എന്ന് പറയുന്നത് വില കൊടുത്താൽ മേടിക്കുന്നതാണോ? അത് തന്നെ ഉണ്ടാകുന്നതല്ലേ? അതുണ്ടായിരുന്നു ആ സ്നേഹബന്ധം. വിളിച്ചതെന്ന് അറിയത്തില്ല. കോള് വന്നല്ലേ എടുത്തില്ലല്ലോ. ഞാൻ അങ്ങോട്ട് എനിക്ക് തോന്നുന്നത് ഐഷയുടെ ഫോൺ കളഞ്ഞ എന്റെ പൊന്നു പിന്നെ എനിക്കറിയത്തില്ല. ഇനി മറുപടി വല്ലവനും എങ്ങാണ്ട് കിടന്ന് വിളിച്ചതിന് ഞാൻ എന്നെ അതിന് സമാധാനം ചേച്ചി തമ്മിൽ ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി സെബാസ്റ്റ്യൻ എപ്പോഴും വിലക്കുക. അതന്നെ അതിനെ വിലക്കുന്നത് അയൽ ഒഴിച്ചുമായിട്ട് തന്നെ ബന്ധമിരിക്കുന്നത്. ഇപ്പൊ നിങ്ങളല്ലേ വന്നതുകൊണ്ട് എന്നെ ചോദ്യം ചെയ്യുന്നേ. ഞാൻ കണ്ടുപിടിച്ചോ അല്ലെ റോസമ്മയുടെ ഇന്നത്തെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഒന്നും അറിയില്ല എന്ന ഭാവമാണ് റോസമ്മയ്ക്ക്. പക്ഷേ സെബാസ്റ്റ്യനുമായി റോസമ്മയ്ക്കുള്ള ബന്ധം എന്ത് എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരികയാണ്. ഐഷയുടെ ബന്ധുവിന്റെ വെളിപ്പെടുത്തൽ നമ്മൾ കേട്ടതാണ്. അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ഇരുവരും എന്ന കാര്യം വ്യക്തമാകുന്നു. ഒപ്പം തന്നെ ചില ദുരൂഹതകൾ ഇവരുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട് ഉണ്ടോ എന്ന സംശയമുണ്ട്. മാത്രവുമല്ല, ഇവർ പറഞ്ഞ കാര്യങ്ങൾ പലതും വൈരുദ്ധ്യമുണ്ട് എന്ന കൂടി അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവിടെ അവരുടെ വീടും പറമ്പും ഒക്കെ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള പരിശോധന നടക്കുകയാണ്. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ്. ഈ കേസന്വേഷണം 3 തിരോധാനവുമായി ബന്ധപ്പെട്ടാണ്. ബിന്ദു പത്മനാഭന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള തെരച്ചിലുകളാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി നടക്കുന്നത്. ഒപ്പം ഐഷയുടെ തിരോധാനം, ജയനമ്മയുടെ തിരോധാനം, മറ്റൊരു സ്ത്രീ ഇതുമായി ബന്ധപ്പെടുന്നത് ബിന്ദു എന്ന് വിളിക്കുന്ന സിന്ധു ആണ്. അവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടും സെബാസ്റ്റ്യന് പങ്കുണ്ട് എന്ന തരത്തിലുള്ള സംശയം കൊണ്ടപ്പോൾ ഈ 4 തിരോധാനങ്ങളുടെ അന്വേഷണമാണ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സെബാസ്റ്റ്യന്റെ പങ്ക് എന്ത് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം, മറ്റാർക്കൊക്കെ പങ്ക് ഇതിൽ ഉണ്ട് എന്നതൊക്കെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഈ അന്വേഷണത്തിലൂടെ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ ഫോക്കസ് നമ്പർ 2 പോവുകയാണ്. ധർമ്മസ്ഥലയിൽ രഹസ്യങ്ങൾ വെളിപ്പെടുകയാണ്. ധർമ്മസ്ഥലയിലും ഇന്ന് നിർണായക ദിവസമായിരുന്നു. അവിടെ SITയുടെ ഒരു നിർണായക മൂവ് ഉണ്ടായി. നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന ഇന്ന് തെരച്ചിൽ നടന്ന പോയിന്റ് നമ്പർ 13 നിന്ന് വളരെ അപ്രതീക്ഷിതമായി ബംഗ്ല ഏരിയയിലേക്ക്, വനമേഖലയിലെ ബംഗ്ല ഏരിയയിലേക്ക് SIT അന്വേഷണം മാറ്റുകയും അവിടെ തെരച്ചിൽ നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. വളരെ അപ്രതീക്ഷിതമായ ഒരു നീക്കമാണ് SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണ് എന്നത് സംബന്ധിച്ചൊക്കെയുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരേണ്ടിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിച്ചത് ബംഗ്ല മേഖലയിലാണ്. അത് വനമേഖലയോട് ചേർന്ന കുറച്ചുകൂടി നേരത്തെ തന്നെ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിച്ചിട്ടില്ലാത്ത ഈ പോയിന്റുകളിൽ പെടാത്ത ഒരിടമായിരുന്നു. പക്ഷെ അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ മൃതദേഹ അവശിഷ്ടങ്ങൾ, ആസ്തിയുടെ അവശിഷ്ടങ്ങളൊക്കെ കിട്ടിയത്. ആ ഭാഗം കേന്ദ്രീകരിച്ച് ഇന്ന് SIT കൂടുതൽ പരിശോധനകൾ നടത്തിയെന്നതാണ് ധർമ്മസ്ഥലയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മാത്രവുമല്ല, പോയിന്റ് നമ്പർ 3 നിന്ന് ലഭിച്ച അവശിഷ്ടങ്ങളിൽ ഒന്നിൽ കൂടുതൽ മനുഷ്യരുടെ അവശിഷ്ടങ്ങൾ ഉണ്ട്. അത് ഏതാണ്ട് 3ഓളം പേരുടെ അവശിഷ്ടങ്ങൾ ഉണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടി പുറത്തുവന്നു. അത് വലിയ രീതിയിൽ ആശങ്ക ഉണർത്തുന്നതാണ്.
ശുചീകരണ തൊഴിലാളി പറഞ്ഞതൊക്കെ സത്യം എന്ന് വരുന്നു ധർമ്മസ്ഥലയിൽ നിന്ന് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ കാണുമ്പോൾ. മാത്രവുമല്ല, ഈ ശുചീകരണ തൊഴിലാളി അവിടെ മൃതദേഹങ്ങൾ കുഴിച്ചിടുന്നത് കണ്ടു എന്ന അവകാശവാദവുമായി മറ്റ് 6 സാക്ഷികൾ കൂടി രംഗത്ത് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കവും ഇന്ന് ധർമ്മസ്ഥലയിൽ നിന്നുണ്ടായി. അവിടെ നിന്നും KV ബൈജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ബൈജു, ആലപ്പുഴയിൽ നിർണായകമായ തെരച്ചിൽ നടക്കുകയാണ്. ധർമ്മസ്ഥലയിലും ഇന്ന് വളരെ നിർണായകമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു. ഈ ബംഗ്ലയിലേക്ക് വീണ്ടും SIT ടീം എത്തി അവിടെ കൂടുതൽ പരിശോധനകൾ നടത്തുന്നത് ഇന്ന് കണ്ടു. എന്തായിരുന്നു ഈ അപ്രതീക്ഷിത നീക്കത്തിന് പിന്നിലുള്ള കാരണം? എന്തൊക്കെ വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്നത്? ഇന്ന് 13-ാം പോയിന്റിലാണ് പരിശോധന നടത്തുക എന്നാണ് അറിയിച്ചത്. ആ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് രാവിലെ നടത്തിയെങ്കിലും അപ്രതീക്ഷിതമായാണ് SIT ഇത്തരത്തിൽ ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന ഈ 11-ാം പോയിന്റിന് തൊട്ട് പിന്നിലുള്ള, അതായത് 100 മീറ്റർ മാത്രം മാറിയുള്ള ബംഗളക്കുന്ന് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് പരിശോധന നടത്തിയത്. നേരത്തെ ഇവിടെ നടത്തിയ പരിശോധനയിൽ, അതായത് അടയാളപ്പെടുത്താത്ത ഈ സ്ഥലത്ത് നേരത്തെ നടത്തിയ പരിശോധനയിൽ ഒരു മൃതദേഹ അവശിഷ്ടം അതോടൊപ്പം 60ഓളം അസ്ഥികൾ ഇങ്ങനെ ലഭിച്ച ഒരു സ്ഥലം കൂടിയാണിത്. എന്തായാലും ഈ സ്ഥലത്താണ് ഇന്ന് പരിശോധന നടത്തിയത്. ഇന്ന് വളരെ വേഗം തന്നെ പരിശോധന പൂർത്തിയായി എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എല്ലാ ദിവസവും 6:00 കൂടിയാണ് പരിശോധന പൂർത്തിയാക്കാറുള്ളത്. പക്ഷേ ഇന്ന് നേരത്തെ തന്നെ പൂർത്തിയാക്കുന്ന ഒരു സാഹചര്യം കൂടി ഇന്ന് കണ്ടു. എന്തായാലും ഇന്ന് എന്തെങ്കിലും തരത്തിലുള്ള മൃതദേഹ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അത്തരം വസ്തുക്കൾ ഇവിടുന്ന് ലഭിച്ചോ എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തമായ വിവരങ്ങളൊന്നും തന്നെയില്ല. SIT അത്തരം വിവരങ്ങളൊന്നും പുറത്തു വിട്ടിട്ടില്ല. എന്തായാലും വലിയ തോതിൽ മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഇതിനകത്താണ് ഇന്ന് പരിശോധന നടത്തിയത്. എന്തായാലും ഈ കാര്യമായ വസ്തുക്കളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് 3-ാമത്തെ പോയിന്റിൽ 3-ാം ദിവസം നടത്തിയ 3-ാമത്തെ പോയിന്റിൽ നടത്തിയ പരിശോധനയിൽ 3 തലയോട്ടിയുടെ ഭാഗം കണ്ടെത്തിയെന്ന ഒരു പുതിയ വിവരം ഇപ്പോൾ വന്നിരിക്കുന്നു. അതായത് നേരത്തെ നടത്തിയ സ്ഥലമാണ്, ആ ഒരു സ്ഥലത്ത് നിന്നും 3 തലയോട്ടിയുടെ ഭാഗം ലഭിച്ചിരിക്കുന്നു. അതോടൊപ്പം ഈ 11-ാമത്തെ പോയിന്റിന് പരിശോധന അതിന് തൊട്ട് മുകളിലായുള്ള ഒരു സ്ഥലത്ത് നിന്നും കിട്ടിയ ഒരു പൂർണ്ണ മനുഷ്യാസ്ഥികൂടത്തിനൊപ്പം ഒരു തലയോട്ടിയും അതോടൊപ്പം തന്നെ 60ഓളം അസ്ഥികളും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ഒന്നിലധികം ആളുകളുടേതാണെന്ന ഒരു ഫോറൻസിക് പരിശോധനാ ഫലം കൂടി ഇന്ന് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും 13-ാം പോയിന്റിൽ പരിശോധന നടത്തുമെന്ന് അറിയിച്ചെങ്കിലും ആ പരിശോധന ഇതുവരെ നടന്നിട്ടില്ല. ഇനി നാളെ ആയിരിക്കും 13-ാം പോയിന്റിലെ പരിശോധന. ഈ 13-ാം പോയിന്റിൽ സാക്ഷി വെളിപ്പെടുത്തിയത് കൂടുതൽ മൃതദേഹങ്ങൾ ഇത്തരത്തിൽ കുഴിച്ചിട്ടു എന്നാണ്. വളരെ നിർണായകമാണ് ആ ഒരു പരിശോധന. ഒരു പക്ഷേ കൂടുതൽ ഒരുക്കങ്ങൾ നടത്തി നാളെ അവിടെ പരിശോധന നടത്താനായിരിക്കും ഇപ്പോൾ SIT സംഘത്തിൻ്റെ തീരുമാനം. നിലവിൽ എന്തായാലും ആ ഭാഗം ഇപ്പോഴും പോലീസ് കാവലിൽ തന്നെയാണുള്ളത്. ഇതിനിടെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായത്. 6ഓളം ഇത്തരത്തിലുള്ള സാക്ഷികൾ രംഗത്ത് വരുന്ന സാഹചര്യം കൂടി ഇന്ന് കണ്ടു. ഈ 13-ാം പോയിന്റിൽ ശുചീകരണ തൊഴിലാളി ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കുഴിച്ചിടുന്നത് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് 6ഓളം സാക്ഷികൾ ഇന്ന് രംഗത്ത് വന്നത്. എന്തായാലും SITക്ക് മുമ്പാകെ അവർ ഇതിൽ മൊഴി നൽകിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ വിപുലമായൊരു തെരച്ചിലായിരിക്കും ഈ 13-ാം പോയിന്റ് കേന്ദ്രീകരിച്ച് നടക്കുക. അത് വളരെ നിർണായകമാണ്. നാളെയായിരിക്കും 13-ാം പോയിന്റിലെ പരിശോധന നടക്കുക. എന്തായാലും ഇത് സംബന്ധിച്ച് ഇതുവരെ നടത്തിയ പരിശോധനയുടെ വിശദാംശങ്ങൾ ഇതുവരെ SIT പുറത്തുവിട്ടിട്ടില്ല. അത്തരം വിവരങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ പുറത്തുവിടുമോ? DGP ഉൾപ്പെടെ ഇവിടെ എത്തുന്നുണ്ട്. നാളെയോ മറ്റന്നാളോ എത്തുമെന്ന് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇന്ന് ഇത്തരത്തിൽ SIT ഉന്നത ഉദ്യോഗസ്ഥരുടെ കൂടിയാലോചന ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ എന്ത് തീരുമാനമെടുത്തതും പ്രധാനമാണ്. 14-ഉം 15-ഉം നേരത്തെയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ ആരോപണ വിധേയനായ വ്യക്തിയുടെ സ്ഥലമാണ്. അവിടെ കോടതി ഉത്തരവോടുകൂടി പരിശോധിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ കോടതി ഉത്തരവ് ലഭിച്ചോ എന്ന കാര്യത്തിലും ഒരു വ്യക്തതയില്ല. എന്തായാലും ഇനിയും ഈ നിർണായകമായ നിമിഷത്തിൽ തന്നെയാണ് ഈ ധർമ്മസ്ഥലയിൽ ഉള്ളതെന്ന് പറയേണ്ടി വരും. എത്രത്തോളം തെളിവുകളാണ് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലുമായി ലഭിച്ചിട്ടുള്ളത്, അതിൽ കൃത്യമായൊരു സ്ഥിരീകരണം ഇനി വരേണ്ടതുണ്ട്. SITയുടെ ഭാഗത്തു നിന്നാണ് ഔദ്യോഗികമായ സ്ഥിരീകരണം വരേണ്ടത്. നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് 3-ാമത്തെ പോയിന്റിൽ നിന്നും 6-ാമത്തെ പോയിന്റിൽ നിന്നും മാർക്ക് ഇത്തരത്തിൽ രേഖപ്പെടുത്താത്ത, അടയാളപ്പെടുത്താത്ത 11-ന് തൊട്ട് സമീപമുള്ള പോയിന്റിൽ നിന്നും ഇത്രയും സ്ഥലങ്ങളിൽ നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ സ്ഥലങ്ങളിൽ നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ടോ അത് തന്നെയാണ് ഇനി അറിയേണ്ടത്. അത് സംബന്ധിച്ച് കൃത്യമായൊരു വാർത്താ സമ്മേളനത്തിലൂടെയായിരിക്കും ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരിക. ധർമ്മസ്ഥലയിൽ ക്യാമറാമാൻ അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം KV ബൈജു, ന്യൂസ് 18.
ധർമ്മസ്ഥലയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ വരികയാണ്. നിർണായക ദിവസമായിരുന്നു ഇന്ന്. ബംഗ്ലാക്കുന്ന് തന്നെ ലക്ഷ്യം വെക്കുന്നു SIT. എല്ലാ നീക്കങ്ങൾക്കും ഓരോ കാരണങ്ങളുണ്ട്. പക്ഷേ SIT എല്ലാ വിവരങ്ങളും ഇപ്പോൾ പുറത്തുവിടുന്നില്ല. നമുക്ക് ലഭ്യമാകുന്നത് വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമാണ്. ഒരുപക്ഷെ വാർത്താ സമ്മേളനം നടത്തി ഇതിന്റെ ഒരു പൂർണ്ണ രൂപം പുറത്തുവിടുക എന്നതായിരിക്കും SIT ഉദ്ദേശിക്കുന്നത്. അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും പോയിന്റ് ചെയ്യാത്ത ഇടങ്ങളിൽ നിന്ന് വരെ കൃത്യമായും മൃതദേഹാവശിഷ്ടങ്ങളും വിവരങ്ങളും SITക്ക് കേസുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നു എന്നത് വളരെ നിർണായകമാണ്. മാത്രവുമല്ല, കൂടുതൽ സാക്ഷികൾ ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. ഇപ്പോൾ ശുചീകരണ തൊഴിലാളി ഒറ്റയ്ക്കല്ല, ആ ഒരു സാക്ഷി മാത്രമല്ല 6 പേർ കൂടി ശുചീകരണ തൊഴിലാളി മൃതദേഹാവശിഷ്ടങ്ങൾ കുഴിച്ചിടുന്നത് കണ്ടു എന്ന് പറഞ്ഞ 6 പേർ കൂടി രംഗത്ത് വരുന്ന സാഹചര്യമാണ്. ആ സത്യം മറനീക്കി പുറത്തേക്ക് വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ധർമ്മസ്ഥലയിൽ ഒരുങ്ങുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. നേരം വൈകുന്നേരത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി നമ്മൾ പോകുന്നു ഫോക്കസ് നമ്പർ 3യിലേക്ക്. मामा चलेगा सेफ जगह मामा चलेगा मंदिर ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിലെ ധരാലി എന്ന ഗ്രാമത്തെ ഭൂപടത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കിയിരിക്കുകയാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ള മിന്നൽ പ്രളയവും ഉരുൾപൊട്ടലും. 150 പേരെ രക്ഷപ്പെടുത്താനായിട്ടുണ്ട് എന്ന വിവരം ആശ്വാസകരമായി അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. പക്ഷേ 6 പേരുടെ മരണം ഇതിനോടകം സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. 150ഓളം പേരെ കാണാനില്ല എന്ന വളരെ ദുഃഖകരമായ വാർത്തയും അവിടെ നിന്ന് വരുന്നു. 9 സൈനികർ ഉൾപ്പെടെ 150ഓളം പേരെ കാണാനില്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഈ ഏറ്റവും ദുഃഖകരമായ മറ്റൊരു കാര്യം, ഈ അപകടത്തിന്റെ മൂർധന്യാവസ്ഥ വഹിച്ച ആ ധരാലിയിലെ ആ അപകട സ്പോട്ടിലേക്ക് രക്ഷാദൌത്യ സംഘത്തിന് ഇതുവരെ എത്തിപ്പെടാനോ അവിടെ പൂർണ്ണതോതിൽ രക്ഷാദൌത്യം തുടങ്ങാനോ പോലും കഴിഞ്ഞിട്ടില്ല എന്ന സാഹചര്യമാണ്. കാരണം അത്രമേൽ അവശിഷ്ടങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ്. അവിടേക്ക് എത്താൻ റോഡോ സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത സാഹചര്യമാണ്. റോഡുകളിൽ വലിയ പാറക്കല്ലുകളും അഗാധ ഗർത്തങ്ങളും രൂപപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രക്ഷാദൌത്യം നടത്തുന്ന സേനാംഗങ്ങൾക്ക് പോലും അവിടേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ വലിയ ദുരന്തത്തിന്റെ ആഴം എത്രയാണ് എന്നത് ഈ നിമിഷം പോലും അവിടെ ആ അധികാരികൾക്ക് വ്യക്തമാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം എത്തിപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. നമുക്കറിയാം, ഇന്നലെ 1:45 കൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത്, ഈ ദുരന്തം സംഭവിക്കുന്നത്. 24 മണിക്കൂറുകൾ പിന്നിട്ടതിന് ശേഷവും എന്താണ് ആ അപകടത്തിന്റെ ആഴം, എത്ര പേർ അതിൽ അകപ്പെട്ടിരിക്കുന്നു എന്നത് സംബന്ധിച്ച് ഒന്നും പറയാൻ പറ്റാത്ത കാര്യമാണ്. കാണാതായവരുടെ എണ്ണം 150ഓളം എത്തിയിരിക്കുന്നു എന്നതാണ് വിവരം. മലയാളികളായ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന വിവരം ഇന്ന് പുറത്തു വന്നത് മലയാളികളും ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതായിരുന്നു. മുംബൈയിൽ നിന്നുള്ള 28 അംഗ സംഘമാണ് യാത്ര പോയത്. അത് ഒരു ടൂർ പാക്കേജിന്റെ ഭാഗമായി പോയ യാത്രയായിരുന്നു. അതിൽ 20 മുംബൈയിൽ സ്ഥിരതാമസമാക്കിയ മലയാളികളും 8 പേരും കേരളത്തിൽ നിന്നുള്ളവരുമായിരുന്നു. അതിൽ കൊച്ചിയിൽ നിന്നുള്ള 2 പേരുടെ വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അവർ സുരക്ഷിതരാണ് എന്ന വിവരങ്ങൾ കൂടി ഉണ്ട്. കൊച്ചി സ്വദേശികളായ നാരായണനും ഭാര്യ ശ്രീദേവി പിള്ളയും ബന്ധുക്കളുമാണ് കേരളത്തിൽ നിന്നുള്ള 8 പേർ. ആശ്വാസകരമായ കാര്യം, ഇവർ സുരക്ഷിതരാണ് എന്ന വിവരം അവിടുത്തെ മലയാളി അസോസിയേഷനുകൾ പങ്കുവെക്കുന്നുണ്ട്. അവർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭിച്ചു എന്ന കാര്യം അവർ പങ്കുവെക്കുന്നു. പക്ഷേ ഇവരെ കോൺടാക്ട് ചെയ്യാൻ കഴിയുന്നില്ല ബന്ധുക്കൾക്ക് എന്നതാണ് ആശങ്ക. നമുക്കറിയാം, അവിടെ ഗതാഗത സംവിധാനം പാടെ തകർന്നിരിക്കുന്ന സാഹചര്യമുണ്ട്. മാത്രവുമല്ല, ഇലക്ട്രിസിറ്റി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ്. ഫോണുകളൊക്കെ സ്വിച്ച് ഓഫ് ആയി പോയിട്ടുണ്ട്. ഈ ബന്ധുക്കളെ ആരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല, അവരുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്. ഒരു പക്ഷേ ഈ ദുരന്തം മൂലമുണ്ടായിട്ടുള്ള ഒറ്റപ്പെട്ടു പോയ അവസ്ഥയിൽ അവർ കഴിയുന്നത് കൊണ്ടായിരിക്കാം ബന്ധുക്കൾക്ക് അവരെ ബന്ധപ്പെടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആശ്വാസകരമായി മലയാളി അസോസിയേഷൻ പ്രതിനിധികളുടെ വാക്കുകൾ വരുന്നു. ഇവരെല്ലാം സുരക്ഷിതരാണ്. അവർക്ക് സാങ്കേതിക പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ ഒക്കെ കൊണ്ട് അവരെ ബന്ധപ്പെടാൻ കഴിയാത്ത സാഹചര്യമാണ് എന്ന് അവർ പറയുന്നു എന്നതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഖീർഗംഗ നദിയിലുണ്ടായ ശക്തമായ മിന്നൽ പ്രളയത്തിൽ ധരാലി എന്ന ഗ്രാമം ഒന്നാകെ ഒലിച്ചു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അവിടെ അടുത്തുള്ള സൈനിക ക്യാമ്പും
ക്യാമ്പിന്റെ ഒരു ഭാഗവും ഒലിച്ചു പോയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന 8 സൈനികരെ കാണാനില്ല എന്ന വിവരം കൂടിയുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 8600 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഈ ധരാലി. ധരാലിയിലെ വീടുകൾ, റെസ്റ്റോറൻറ്റുകൾ, ഒപ്പം തന്നെ ഹോം സ്റ്റേകൾ ഇതൊക്കെ ഒന്നാകെ ഒലിച്ചുപോയിരിക്കുകയാണ്. അവശിഷ്ടങ്ങൾക്കൊപ്പം ഒലിച്ചുപോയ മനുഷ്യരെക്കുറിച്ചുള്ള യാതൊരു വിവരവുമില്ല. നമ്മളിപ്പോൾ കാണുന്നത് റോഡൊക്കെ ഒന്നാകെ ഒലിച്ചുപോയിട്ടുള്ള ദൃശ്യങ്ങളൊക്കെയാണ്. ഭീതിതമാണ് അവിടെ നിന്ന് പുറത്തു വരുന്ന ഓരോ കാഴ്ചകളും. ഈ വാർത്തയ്ക്കിടയിൽ കേരളത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട തെരച്ചിൽ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നടക്കുന്ന കാര്യം നമ്മൾ കണ്ടതാണ്. അവിടെ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് SP മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് അന്വേഷിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ഇല്ല, അതിന്റെ ഒന്നും ഒരാവശ്യമില്ല. എന്തിനാണ് കസ്റ്റഡിയിൽ? ഇല്ല, പരിശോധിക്കേണ്ട കാരണം ഇതുമാത്രം ബന്ധപ്പെട്ടുള്ള സംശയത്തിൽ മുമ്പ് ഇവിടെ സെബാസ്റ്റ്യൻ ഇവിടെ വരാറുണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രം ഇവിടെ പരിശോധിച്ചെന്നുള്ളൂ. നമ്മൾ തീർച്ചയായിട്ടും ഇത് ഐഷയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ സെർച്ച് നടത്തിയിരിക്കുന്നത്. ഇല്ല, ബിന്ദു പത്മനാഭന്റെ കേസുമായിട്ട് ഇതിൽ യാതൊരു ബന്ധവുമില്ല. അത് ബിന്ദു പത്മനാഭന് സെബാസ്റ്റ്യനെ ഈ റോസമ്മയ്ക്ക് അറിയാവുന്ന രീതി ഉണ്ട് എന്നുള്ള ഒരർത്ഥത്തിൽ മാത്രമാണ് നമ്മളിവിടെ പരിശോധന നടത്തിയത്. ഇതിനു മുമ്പും നമ്മളിവിടെ ഒന്ന് ചോദ്യം ചെയ്തിട്ടൊക്കെ ഉണ്ട്. അതിലൊന്നും അന്നും സംശയങ്ങളൊന്നും അവർ പുതുതായി കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇല്ല, അതിനെ കുറിച്ചൊന്നും എനിക്ക് പറയാനില്ല. അതിനെ കുറിച്ചൊന്നും അറിയില്ല. ഒന്നുമല്ല, അവർ ഒരു പരസ്പര വിരുദ്ധവും എനിക്കറിയില്ല. അതിനെ കുറിച്ച് സംസാരിക്കും. രണ്ടാമത് ചോദ്യം ചെയ്തിരുന്നു സാർ ഈ പുതിയ കാര്യങ്ങൾക്ക് ശേഷം. അതിനെ കുറിച്ചിട്ടൊന്നും ഇപ്പൊ പറയാൻ കഴിയില്ല. അല്ല, പരിശോധന ഫലം അവർ റിക്കാർഡായിട്ട് റിപ്പോർട്ടായിട്ട് തരും. അപ്പൊ അതിനനുസരിച്ചിട്ട് ബാക്കി മുന്നോട്ട് പോകാൻ പറ്റും. ഇല്ല, അത് കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ കേസാണ്. അതുമായിട്ട് അസ്ഥിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കണ്ട. നമ്മളത് കണക്റ്റഡ് കേസായിട്ട് അന്വേഷിക്കുന്നത് മാത്രം. ഇല്ല, പറഞ്ഞിരുന്നു വാച്ച് കിട്ടിയിരുന്നു. കത്തിച്ച രീതിയിൽ ഒരു വാച്ചിന്റെ ഡയല്, സ്ട്രാപ്പ് അല്ല ഡയല്. ഇല്ല, അതിനെ കുറിച്ചൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. അല്ലല്ല, ഇല്ല, അതൊക്കെ ഭാവിയിൽ മേലുദ്യോഗസ്ഥരായിട്ട് കൂടിയിട്ട് ഞങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്തിട്ടേ ഉള്ളൂ. അത് ഞാനല്ല പറയേണ്ടത്, അതിന്റെ ആവശ്യമില്ല. എല്ലാവർക്കും ഇൻഡിപെൻഡന്റ് കേസാണ്. ഓരോ ചേർത്തലയിൽ അന്വേഷിക്കുന്നുണ്ട്, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. ഇല്ല, അതിപ്പോ ഒന്നും പറയാറായിട്ടില്ല. ഇനിയിപ്പോ ഇത് വെച്ചിട്ടുള്ള അനലൈസ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇനി തുടർന്നായിട്ടുള്ള അന്വേഷണം നടത്തും. ഇന്നത്തെ പരിശോധന കഴിഞ്ഞു. ഇല്ല, അത് അവർ തീരുമാനിക്കും. നമ്മുടെ പരിശോധനകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർക്ക് ചേർത്തലായിട്ട് കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരോട് ചോദിക്കും. ഇല്ല, അതൊന്നും എനിക്കറിയില്ല അതിനെ കുറിച്ച്. അത് പറയാൻ പറ്റില്ല. എന്തെങ്കിലും ലീഡിങ് ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയാൻ പറ്റില്ല. ഒന്നും പറയാറായിട്ടില്ല കേസുമായിട്ട്. കാരണം അത് മിസ്ലീഡ് ചെയ്ത് പോകുന്ന കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് ഇതിനെ കുറിച്ചിട്ട് ഇനി ഒന്നും ഫർദർ ആയിട്ട് പറയാൻ വേറെ ഒന്നുമില്ല. ഓക്കെ, ഒന്നും എനിക്കറിയില്ല. അതിനെ കുറിച്ചൊന്നും നിങ്ങൾ ചോദിക്കണം. എവിഡൻസുകൾ വെച്ചിട്ടൊന്നും നമുക്ക് ഇപ്പോൾ ഒന്നും ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു സമയമല്ല ഇത്. ഐഷ കേസ് ക്ലോസ് ചെയ്ത അവസ്ഥയാണ്. അത് റീഓപ്പൺ ചെയ്യാനുള്ള നടപടി എനിക്കറിയില്ല. അതൊന്നും ഞങ്ങളുടെ ഭാഗമല്ല. റീഓപ്പൺ ചെയ്തതും ഐഷ കേസ് ഞങ്ങൾ അന്വേഷിക്കുന്നില്ല. അത് ഞങ്ങളുടെ ഭാഗമല്ല. അതും പറയാൻ പറ്റില്ല. വാച്ച് ആർക്കും കേട്ടാം. അതിന്റെ ആവശ്യമില്ല. ഓരോ ടീം അവരവരുടെ കേസുകൾ അന്വേഷിക്കുക. സംയുക്തമായി അന്വേഷിച്ചാൽ ഇതൊന്നും ഇവിടെ എല്ലാവരും നല്ല രീതിയിൽ, ഓരോ ടീമും നല്ല രീതിയിൽ കേസുകൾ അന്വേഷിക്കുന്നു. ഇതുവരെയും ഈ കേസ് നിങ്ങൾ അറിയാതെ ഇത്രയും വർഷം അന്വേഷിച്ചല്ലോ, നിങ്ങൾ ആരും അറിയാതെ. അതുകൊണ്ട് ഇനിയും തുടർന്നും ഈ കേസ് അതേപോലെ തന്നെ അന്വേഷിക്കും. അല്ല, അതിനാണല്ലോ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. ഇതെങ്ങനെയും തെളിയിക്കാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ കഷ്ടപ്പെടുന്നത്. ഇല്ല, അതൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. ഓക്കെ, താങ്ക് യു. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. അവരുടെ പരിശോധനകൾ, ക്രൈംബ്രാഞ്ചിന്റെ പരിശോധനകൾ അവിടെ പൂർത്തിയായിരിക്കുന്നു എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ലീഡ് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ മാധ്യമങ്ങളോട് പറയാനാകില്ല എന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. ആയിഷയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് അവിടെ പരിശോധന, റോസമ്മയുടെ വീട്ടിൽ ഉൾപ്പെടെ പരിശോധന നടന്നതെന്നും അദ്ദേഹം സ്ഥിരീകരിക്കുന്നു. നമ്മൾ ഫോക്കസ് 4ലേക്ക് പോവുകയാണ്. കുഴിയടച്ചിട്ടും മതി, കുരുക്കഴിച്ചിട്ടും മതി പിരിവ് എന്ന് പാലിയക്കര ടോൾ പ്ലാസയോട് പറഞ്ഞിരിക്കുകയാണ് കോടതി. നമുക്കറിയാം, ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന വിധത്തിൽ വലിയ ഗതാഗത കുരുക്കാണ്
പാലിയേക്കര ടോൾ പ്ലാസയിൽ ഉണ്ടായിട്ടുള്ളത്. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായ സാഹചര്യത്തിൽ കോടതിയുടെ അനിവാര്യമായ ഇടപെടൽ ഇതിൽ ഉണ്ടായിരിക്കുകയാണ്. 4 ആഴ്ചത്തേക്ക് ടോൾ പിരിവ് താൽക്കാലികമായി തടഞ്ഞിരിക്കുകയാണ് കോടതി ചെയ്തിരിക്കുന്നത്. കുരുക്കഴിച്ചിട്ട് മതി ഇനി ടോൾ പിരിവ് എന്ന കാര്യം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. ആവർത്തിച്ച് നിർദ്ദേശങ്ങൾ നൽകിയിട്ടും ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നത്തിന് പരിഹാരമില്ലാത്ത സാഹചര്യത്തിലാണ് കോടതി കർശനമായ ഇടപെടൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത്. ഡിവിഷൻ ബെഞ്ചിൽ ഇന്ന് ഇടക്കാല ഉത്തരവാണ് ഡിവിഷൻ ബെഞ്ച് പുറത്തിറക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആ ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. പാലിയേക്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിക്കുന്നത് 4 ആഴ്ചത്തേക്ക് തടയുകയാണ്. തകർന്ന പാതയിലെ ടോൾ പിരിവും പ്രശ്നമാണ് എന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നു. പൗരന്മാരാണ് ഇതിന്റെ ബാധ്യത ഏൽക്കേണ്ടി വരുന്നതെന്ന് കോടതി പറയുന്നു. ദേശീയപാതയിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. അടിയന്തരമായി സർവീസ് റോഡുകൾ എങ്കിലും ഗതാഗത യോഗ്യമാക്കണം എന്ന നിർദ്ദേശമാണ് കോടതി നൽകുന്നത്. ഗതാഗത പ്രശ്നം പരിഹരിച്ച് 4 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കോടതിയുടെ കൃത്യമായ ഇടപെടൽ ഇതിലേക്ക് ഉണ്ടാവുകയാണ്. ഏത് സാഹചര്യത്തിലാണ് കോടതി ഇങ്ങനെ ഒരു ഇടപെടൽ നടത്തുന്നത് ഈ കേസിൽ എന്ന് നോക്കിയാൽ, ദേശീയപാതയിൽ കമ്പനിയുടെ കരാർ ലംഘനം പതിവായിട്ടും ടോൾ പിരിവിന് മുടക്കമില്ല എന്നതായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലെ സ്ഥിതി. 2011 മുതൽ ടോൾ പിരിവ് നടത്തുന്ന കമ്പനി അന്ന് മുതൽക്കേ കരാർ വ്യവസ്ഥകളൊന്നും തന്നെ പാലിക്കാത്ത സാഹചര്യമായിരുന്നു. യാത്രക്കാർക്ക് കരാറിൽ പറയുന്ന യാതൊരു വിധത്തിലുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല. മാത്രവുമല്ല, ഗതാഗതക്കുരുക്ക് പതിവായി. അവിടെ ഗതാഗതക്കുരുക്കിൽപ്പെട്ട് തങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ കഴിയാതെ പോയ മനുഷ്യരെ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചവരുടെ എണ്ണം തന്നെ വളരെ വലുതാണ്. അപ്പോൾ അത്രയധികം മനുഷ്യർ ദിവസേന അവിടെ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നടപ്പാതയില്ല, അഴുക്കുചാലില്ല. ഒപ്പം തന്നെ ആവശ്യത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ടോൾ പിരിവിന് വേണ്ടുന്ന ജനങ്ങൾക്ക് നൽകേണ്ടുന്ന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള നടപടിയും ഈ കരാർ കമ്പനി എടുത്തിട്ടില്ല. പക്ഷേ നിർബാധം പണപ്പിരിവ് മാത്രം അവിടെ നടന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ വിഷയം കോടതിയിൽ എത്തുന്നത്. ആവശ്യത്തിലധികം പണം പിരിച്ചു കഴിഞ്ഞു എന്നും ഇനി ടോൾ പിരിവ് അനുവദിക്കരുതെന്നും കാട്ടിയാണ് കോൺഗ്രസ് പ്രാദേശിക നേതാവ് കൂടിയായ ഷാജി അവിടെ ഹൈക്കോടതിയെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമീപിക്കുന്നത്. ആ ഹർജി പരിഗണിക്കുമ്പോഴാണ് അവിടുത്തെ ഗതാഗത പ്രശ്നങ്ങൾ കോടതി മനസ്സിലാക്കുകയും ഇപ്പോൾ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് ഒരു ഇടക്കാല ഉത്തരവ് കോടതി നൽകുകയും ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ തവണകളിലൊക്കെ ഈ കേസ് പരിഗണിക്കു വരുമ്പോൾ കോടതി ഈ ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിന് പരിഹാരം എന്നുണ്ടാകും എന്നത് ആവർത്തിച്ച് ചോദിക്കുകയും ചെയ്തിരുന്നു. പലതവണ കോടതി കരാർ കമ്പനി ആവശ്യപ്പെട്ടത് പ്രകാരമുള്ള സമയം നീട്ടി നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷവും ഈ പ്രശ്നങ്ങൾ പരിഹാരമില്ലാതെ തുടരുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. ടോൾ പിരിവ് നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് നേതാവ് ഷാജി കൊടംകണ്ടത്ത് ഹർജി നൽകിയത്. പക്ഷേ അതിൽ തീരുമാനമാകുന്നതിന് മുൻപ് തന്നെയാണ് ഇപ്പോൾ താൽക്കാലികമായി നിർത്തിക്കൊണ്ടുള്ള ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് ഇത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് 323 കോടി രൂപയുടെ കരാറിൽ 1700 കോടി രൂപ ഇതുവരെ കമ്പനി പിരിച്ചിട്ടുണ്ടെന്നും വലിയ കൊള്ളയാണ് നടക്കുന്നതും എന്നതൊക്കെ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് ഈ ഹർജിക്കാരൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ആ വിഷയങ്ങൾ ഇനി കോടതി പരിഗണിക്കുകയും അതിൽ കോടതി എന്ത് നിലപാട് സ്വീകരിക്കുകയും ചെയ്യുമെന്നത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. 3 ആഴ്ചത്തെ സമയമാണ് കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിക്കുമ്പോൾ ചോദിച്ചിരുന്നത്. അതിനുശേഷം ഇന്ന് കോടതി ഈ വിഷയം പരിഗണിക്കുമ്പോൾ 3 മാസത്തെ സമയം വീണ്ടും ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആവശ്യത്തിലധികം സമയം തന്നിട്ടും പ്രശ്നപരിഹാരം ഇല്ലാത്ത ഘട്ടത്തിലാണ് കോടതിക്ക് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് പോകേണ്ടി വന്നത്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള കോടതി ഇടപെടലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഹർജിക്കാരൻ പറയുന്നത്. എന്തായാലും കുറെ അധികം പേർക്കെങ്കിലും ആശ്വാസമാകുന്നതാണ് കോടതിയുടെ ഈ ഇടപെടൽ. നേരത്തെ കളക്ടർ ഇടപെട്ട് ഇവിടെ താൽക്കാലികമായി ടോൾ പിരിവ് നിർത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 24 മണിക്കൂറിനൊക്കെ അകം തന്നെ അത് തകിടം മറിയുന്ന സാഹചര്യവും നമ്മൾ കണ്ടു. പക്ഷേ ഇതൊരു കോടതി ഇടപെടലായതുകൊണ്ട് തന്നെ ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള ഇടപെടലാകുമോ ഇത് എന്ന് പ്രതീക്ഷിക്കുകയാണ്. കാരണം 4 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണം, അടിയന്തര ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്നത് കേന്ദ്ര സർക്കാരിനുള്ള നിർദ്ദേശമായി കൂടി കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ദേശീയപാത അതോറിറ്റി അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ ഗൗരവമായി എടുക്കും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. മേൽപ്പാലം നിർമ്മാണം പൂർത്തിയാകാത്തത്, ഈ സർവീസ് റോഡുകൾ പോലും ഗതാഗത യോഗ്യമല്ലാത്തത് തുടങ്ങി ഏറ്റവും ഗൗരവമായ ജനങ്ങളെ വളരെയധികം ബാധിക്കുന്ന വിഷയങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും റിപ്പോർട്ട് നൽകുമ്പോൾ എന്ത് പറയുന്നു, അതിനകം കാര്യങ്ങൾ നേരെയാകുന്നുണ്ടോ, നടപടികൾ ഉണ്ടാകുന്നുണ്ടോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം.
മെസ്സിയെ ഇനി കാക്കണമോ? സൂപ്പർ താരം മെസ്സി കേരളത്തിലെത്തുന്നു എന്ന വാർത്ത കഴിഞ്ഞ കുറേ മാസങ്ങളായി കേരളം ചർച്ച ചെയ്യുകയാണ്. ഞാൻ ഉൾപ്പെടെയുള്ള മെസ്സി ആരാധകർ കാത്തിരിക്കുകയാണ്. മെസ്സി വരുമോ ഇല്ലയോ? ഇതുവരെ വരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ പോലും ഒരു തീരുമാനമാകാത്ത സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം മന്ത്രി വി അബ്ദുറഹ്മാൻ ഇനി മെസ്സി വരില്ല കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ആരാധകരൊക്കെ നിരാശരാകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് സ്പോൺസർമാരുടെ പ്രതികരണം വന്നു. അവർ ചർച്ചകൾ തുടരുന്നു എന്ന ഒരു ആശ്വാസകരമായ വാർത്ത പങ്കുവെക്കുന്നു. അതുകൊണ്ടാണ് മറ്റ് കേസ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാത്തതെന്നും ചർച്ച അവസാനിച്ചിട്ടില്ല എന്നതുമാണ് അവർ നൽകിയിരിക്കുന്ന ഒരു സൂചന. മന്ത്രി സ്പോൺസർമാരെ പഴിചാരുമ്പോൾ സ്പോൺസർമാർ ഇത് സാധ്യതകൾ അവസാനിച്ചിട്ടില്ല എന്ന ഒരു കാര്യം ചൂണ്ടിക്കാട്ടുകയാണ്. സ്പോൺസർ കമ്പനി MD ആന്റോ അഗസ്റ്റിൻ ന്യൂസ് 18നോട് പറയുന്നത് ചർച്ചകൾ അവസാനിച്ചിട്ടില്ല, ഇനിയും പ്രതീക്ഷ ഉണ്ട് എന്ന് തന്നെയാണ്. കോടി രൂപ മുടക്കുള്ള ഒരു ഇവന്റാണ്. ആ ഇവന്റ് നടത്തുക എന്ന് പറയുന്നത് അത്ര ചെറുതായിട്ടല്ല റിപ്പോർട്ടർ TV കണ്ടതും. അതുകൊണ്ടാണ് അവരോട് ആ രീതിയിലുള്ള ഒരു എഗ്രിമെന്റ് വെക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പം ഈ AFAനെ കൊണ്ടുവരിക, മെസ്സിനെ കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമായിട്ട് ഞങ്ങൾ കാണുന്നതേ ഇല്ല. അർജന്റീന ടീം വരണോ വരണ്ടോ തീരുമാനിക്കേണ്ടത് അവരാണ്. പക്ഷെ പണം മേടിച്ചു കഴിഞ്ഞാൽ വരാതിരുന്നാൽ അത് ചീറ്റിംഗ് ആണ്. പണം മേടിക്കുന്നതിന് മുൻപ് പറയാം ഞങ്ങൾക്ക് വരാൻ കഴിയില്ല, ഞങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള കാര്യം പറയാം. പക്ഷെ പണം വാങ്ങി ഞങ്ങൾക്ക് ഡേറ്റ് കൺഫർമേഷൻ തന്നു, മാസം കൺഫർമേഷൻ തന്നു, ഇന്ന വിൻഡോയിൽ ഇന്ന ഡേറ്റിൽ 7 ദിവസം. ഏതാണ് സ്റ്റേഡിയം? ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു ക്ലാരിഫിക്കേഷൻ ഏത് സ്റ്റേഡിയമാണ് കളിക്കുന്നത് എന്നുള്ളത്. സ്റ്റേഡിയം ഏതാണെന്ന് ഇവരെ അറിയിച്ചിട്ടുണ്ട്. സ്റ്റേഡിയത്തിൻ്റെ പിന്നെ എന്താണ് വിഷ്വലായിട്ടുള്ള AR സംവിധാനത്തിൽ നമ്മൾ ചെയ്ത് എങ്ങനെയാണ് സ്റ്റേഡിയം ഇരിക്കുന്നതും എങ്ങനെയാണ് കളി നടക്കാൻ പോകുന്നതും എങ്ങനെയാണ് ഇതിൻ്റെ പൗലീന ഉണ്ടാവുന്നത് അടക്കമുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മൾ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കേരളത്തിലെ ഒരു സാധ്യത ഇവർ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആ സാധ്യത, ഇന്ത്യയിലെ ഒരു സാധ്യത ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് ഒരു എലവേഷൻ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഒക്ടോബർ മാസം ഇതുവരെ വിൻഡോ അവർ അനൗൺസ് ചെയ്തില്ല. മെസ്സി വരുന്നില്ലെങ്കിൽ ഇന്ത്യയിലില്ല, എവിടെയില്ല, കേരളത്തിലേക്കും ഇല്ല, ബംഗാളിലും ഇല്ല, ഡൽഹിയിലും ഇല്ല. വരുന്നുണ്ടെങ്കിൽ കേരളത്തിലേക്കുണ്ട് എന്നുള്ളതേ ഉള്ളൂ. വരുന്നില്ലെങ്കിൽ ഇങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നില്ലല്ലോ. ഇത്രയും വലിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ എന്തിനാണ് ഇവരെ ചെയ്യുന്നത്? കേരളത്തിലെ ആരാധന കണ്ടിട്ടാണ്. റിപ്പോർട്ടർ TV സ്പോൺസർ കമ്പനിയുടെ വിശദീകരണങ്ങളൊക്കെ പുറത്തു വരുമ്പോഴും പല ചോദ്യങ്ങളും ബാക്കിയാവുകയാണ്. കരാർ ഉണ്ടായിരുന്നോ? ആരാണ് കരാർ ലംഘിച്ചത്? ഇനി വരാനുള്ള സാധ്യതയുണ്ടോ? അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെതിരെ നിയമ നടപടി സാധ്യമാകുമോ? ഇവർ ഈ പറഞ്ഞതുപോലെ ചർച്ചകൾ പൂർത്തിയായിട്ടില്ല, അതുകൊണ്ടാണ് നിയമ നടപടികളിലേക്ക് കടക്കാത്തതെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു നിയമ നടപടിക്ക് സാധ്യതയുണ്ടോ തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഉയരുകയാണ്. എന്തായാലും ആരാധകർ കാത്തിരിക്കുകയാണ്. 2023 മെസ്സി ഇല്ലാതെ തന്നെ ടീം ഇന്തോനേഷ്യയിലേക്ക് പോയ സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു പക്ഷേ മെസ്സി ഒഴിവായാലും ടീം എത്തുമോ, അല്ലെങ്കിൽ മെസ്സിയോടൊപ്പം തന്നെ ടീം എത്തുമോ? പ്രതീക്ഷ കൈവിടാതെ ആരാധകർ കാത്തിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ്. വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ഇവിടെ അവസാനിക്കുകയാണ്. നേരം വൈകുന്നേരത്തിൽ ഇനി നാളെ കാണാം. നമസ്കാരം.